ബയോസ്ഫിയർ 2. നമ്മൾ ചൊവ്വ ഗ്രഹത്തിന് നടുക്കിൽ നിൽക്കുന്ന പോലത്തെ ഒരു ഫീലിങ്ങിനെ അവർ റെഡിയാക്കി വെച്ചിരിക്കുന്നത് കണ്ട. മനുഷ്യൻ പുതിയൊരു ഗ്രഹം കണ്ടുപിടിച്ചാൽ എങ്ങനെ ജീവിക്കും? നമുക്ക് വേറൊരു ഗ്രഹത്തിൽ പോയി ജീവിച്ചാലാ? ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ പറഞ്ഞ ഡെസേർട്ട്, കടല്, റെയിൻ ഫോറസ്റ്റ് എന്ന് വേണ്ട എല്ലാ സംഭവങ്ങളും നമുക്കായി കാത്തിരിക്കണൂടാ. കായ കൊലത്തിക്കണോക്കിയ ചെമ്പകം പോലത്തെ സാധനം നല്ല മണം വരിട്ട് തുടങ്ങുന്നു. പപ്പായ ഉണ്ടായിരുന്നൊക്കെ. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ട്രാവലിസ്റ്റയുടെ ഒരു ഇന്റർനാഷണൽ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ചൊവ്വയിലേക്ക് ഒന്ന് പോയാലാ? അല്ലെങ്കിൽ ചൊവ്വയിൽ പോയിട്ട് വീട് വെച്ചാലാ? നമ്മള് മനുഷ്യന്മാര് ചൊവ്വയിൽ പോയാൽ എങ്ങനെ ജീവിക്കും എന്ന് പറയണ ഒരു എക്സ്പെരിമെന്റൽ സ്പോട്ടിലേക്ക് നിങ്ങൾ കൂട്ടിക്കൊണ്ടുപോകാൻ പോണത്. ഈ എപ്പിസോഡ് നമ്മുടെ നാട്ടിലെ കുട്ടികൾക്കും അല്ലെങ്കിൽ ഇതൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ, ഇതിനെ പറ്റി പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്കൊക്കെ ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ഇന്നത്തെ എപ്പിസോഡ് ഒരു വെറൈറ്റി എപ്പിസോഡാണ്. ബയോസ്ഫിയർ 2 കാണാനായിട്ട് നമ്മൾ പോണത് അമേരിക്കയിലെ അരിസോണ എന്ന് പറഞ്ഞ സ്റ്റേറ്റിൽ നമ്മൾ ചൊവ്വയിൽ എങ്ങനെ മനുഷ്യൻ ജീവിക്കാൻ പോകണമെന്നുള്ള ഒരു ചെറിയൊരു തെളിവ് അല്ലെങ്കിൽ ഒരു എക്സ്പെരിമെന്റൽ ഒരു സ്പോട്ട് നിങ്ങൾ കാണിക്കാൻ പോകുന്നത്. എന്തായാലും ട്രാവലിസ്റ്റയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ബയോസ്ഫിയർ 2 എന്ന ഒരു മായാലോകത്തേക്ക് നമ്മളെ ലൂക്കാട്ടം കൊണ്ടുപോകണം. ലൂക്കാട്ടാ, എന്തിട്ട് പറയാം അതിനെ പറ്റി? ബയോസ്ഫിയർ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു വലിയ സംഭവം തന്നെയാണ്. ഒരു കോടീശ്വരൻ കാണിച്ച ഒരു എക്സ്പെരിമെന്റ് ആണ് നമ്മൾ കാണാൻ പോകുന്നത്. അദ്ദേഹം തുടങ്ങി വെച്ചപ്പോൾ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു അന്യഗ്രഹത്തിൽ മനുഷ്യൻ പോവുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ സർവൈവ് ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങൾ ഈ ഇതിന്റെ തലക്കെട്ട് കണ്ടു കഴിഞ്ഞാൽ ബയോസ്ഫിയർ 2 എന്ന് പറയും. അപ്പൊ നിങ്ങൾ വിചാരിക്കുക അപ്പൊ ബയോസ്ഫിയർ 1 ഉണ്ട് എന്നുള്ളതാണ്. വിഷമിക്കേണ്ട. ബയോസ്ഫിയർ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ബയോസ്ഫിയർ 1-ലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. ഇത് അന്യഗ്രഹത്തിൽ എങ്ങനെ പോയി ജീവിക്കാം എന്നുള്ളതിനെ ചൊല്ലി അദ്ദേഹം നടത്തിയ ഒരു എക്സ്പെരിമെന്റ് ആണ്. കോടികൾ മുടക്കി പുള്ളി നടത്തിയ ഒരു എക്സ്പെരിമെന്റ് ആണ് നമ്മൾ ഇന്നിപ്പോ ഇവിടെ കാണിക്കാൻ പോണത്. അപ്പൊ നമ്മള് ബയോസ്ഫിയർ 2-ന്റെ പാർക്കിങ്ങിൽ നമ്മുടെ വണ്ടി പാർക്ക് ചെയ്ത് നമ്മൾ ബയോസ്ഫിയർ 2-ന്റെ അകത്തേക്ക് കിടക്കാൻ പോവാം. ഒരു വേൾഡാണ് നമ്മൾ കാണാൻ പോണത്, ഒരു മായാലോകം. ഇവിടെ ഉണ്ടല്ലോ ചൊവ്വയിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മൾക്ക് എങ്ങനെ ജീവിക്കാം? ഇവിടെ ഒരു വായു ഇല്ല, വെള്ളമില്ല, അല്ലെങ്കിൽ ഒന്നും ഇല്ലാണ്ട് എങ്ങനെ നമ്മൾ ജീവിക്കാൻ പോണെന്ന് 1991 ചെയ്ത ഒരു എക്സ്പെരിമെന്റ് ആണ്. നിങ്ങൾ ആലോചിച്ച് നോക്കിയ 30-31 വർഷം മുമ്പ് ഇവർ ഇങ്ങനത്തെ പരിപാടി തുടങ്ങി. നമ്മളൊക്കെ അന്നത്തെ കാലത്ത് ഏതാ വേൾഡ്? അന്നത്തെ കാലത്ത് 1991 ഇവർ ഈ പ്രോഗ്രാം അല്ലെങ്കിൽ ഇതിനെ പറ്റിയിട്ടൊക്കെ ചിന്തിച്ച് ബില്യൺസ് ചെലവാക്കിയിട്ട് ഈ ഒരു പ്രോഗ്രാം നടത്തണം. നമ്മളിവിടത്തെയും പോലെ അകത്ത് കയറി ടിക്കറ്റ് എടുക്കാൻ പോവാണ് സുഹൃത്തുക്കളെ. അങ്ങനെ നമ്മൾ ആ വേൾഡിലേക്ക് കിടക്കാൻ പോട്ടാ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയൊക്കെ, കുറച്ച് ആൾക്കാരെ വലിയൊരു കോമ്പൗണ്ടിൽ കൊണ്ടുവന്നിട്ടിട്ട് അതിൽ താമസിക്കാൻ പറയണം. അതില് റെയിൻ ഫോറസ്റ്റ്, കടല്, ഡെസേർട്ട് എന്ന് വേണ്ട എല്ലാ സംഭവങ്ങളും അല്ലേ ലൂക്കേട്ടാ? ഇത് എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ബയോസ്ഫിയർ 2-ന്റെ അകത്ത് നമ്മളൊരു ആർട്ടിഫിഷ്യൽ എൻവയോൺമെന്റ് ആണ് വാക്ക് ഇൻ ടു ആൻ ആർട്ടിഫിഷ്യൽ എൻവയോൺമെന്റ്. അവിടെ റെയിൻ ഫോറസ്റ്റ് ഉണ്ട്, അവിടെ ഓഷൻ ഉണ്ട്, മാംഗോ ഗ്രൂവ് ഉണ്ട്, സവാന ഉണ്ട്, ഓർക്കിഡ്, ത്രോണ്, ഡെസേർട്ട്, അതുപോലെ ലാൻഡ്സ്കേപ്പ്, ഹ്യൂമൻ ഹാബിറ്റാറ്റ്, അതായത് മനുഷ്യൻ ജീവിക്കുന്നവരുണ്ട്. ഇതൊന്നും പോലെ ദ ലങ്സ്, ഇവര് ആർട്ടിഫിഷ്യലായിട്ട് എൻവയോൺമെന്റ് പ്രഷറൈസ് ചെയ്ത് ഒരു ആർട്ടിഫിഷ്യൽ ലങ്സ് ഉപയോഗിച്ചിട്ടാണ് അതിൻ്റെ അകത്ത് എയർ സപ്ലൈ ചെയ്തുകൊണ്ടിരുന്നത്, അല്ലെ അറ്റ്മോസ്ഫിയർ ബാലൻസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പൊ നമ്മളിവിടെ നോക്കാമെന്നുണ്ടെങ്കിൽ ഏകദേശം ഇതുപോലൊക്കെ ആയിരിക്കും നമ്മൾ കാണാൻ പോണത്. അപ്പൊ നമ്മള് മുമ്പ് കാണിച്ചിട്ട് നമ്മളത് ഇത് കുറയ്ക്കണ്ട, പോലെ നമുക്ക് പിടിക്കില്ല, നമുക്ക് വേറൊരു വേൾഡിലേക്ക് പോലെ വേറൊരു വേൾഡിലേക്ക് നമ്മൾ ഓക്കെ. അപ്പൊ നമ്മൾ ഈ കാണാണ് ബയോസ്ഫിയറിന്റെ ഒരു ഔട്ട് സൈഡ് ലുക്ക് നമുക്ക് കാണാൻ. അതിനിടയ്ക്ക് നമ്മൾ ടൂറിന്റെ സമയം, നമ്മൾ അകത്തേക്ക് കയറേണ്ട സമയമായതുകൊണ്ട് നമ്മൾ സ്വല്പം ചെറിയൊരു റഷിന്റെ ഉള്ളതാണ്. കറക്റ്റ് സമയത്ത് വന്ന് പെട്ടു. നമ്മള് ഇവിടെ നമുക്ക് ഒരുപാട് വേൾഡ് കാണാനായിട്ട് നമ്മൾ കാത്തിരിക്കട്ടാ. നമ്മൾ ബയോസ്ഫിയർ 2-ലോട്ട് പോകുന്നതിന് മുമ്പേ നമ്മൾ ഈ കാണുന്നത് ഇവിടെ ബയോസ്ഫിയറിൽ ഒരു കൺവെൻഷൻ സെന്റർ ഉണ്ട്. ഈ കൺവെൻഷൻ സെന്ററിൽ ഇവിടെ ആൾക്കാർക്ക് കൺവെൻഷൻ വന്ന് പങ്കെടുക്കാം, പല മീറ്റിങ്ങുകൾ നടക്കും, പഠിക്കാനായിട്ട് വരാം. കൺവെൻഷൻ സെന്റർ മാത്രമല്ല, അവർക്ക് ഇവിടെ താമസിച്ച് പിന്നെ കൺവെൻഷനിൽ പങ്കെടുക്കാനായിട്ടും ഇവർക്ക് പറ്റും. അപ്പൊ അതാണ് നമ്മൾ ഈ കാണുന്നത്. നിങ്ങൾ ഇതിനെ പറ്റി പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, ഇവിടെ വന്ന് താമസിച്ച് ഇതിനെപ്പറ്റി കൂടുതൽ അറിയാനായിട്ടുള്ള അവസരം അവര് ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എൻവയോൺമെന്റൽ സ്റ്റഡീസ് ഒക്കെ പഠിക്കുന്ന ആൾക്കാർക്ക് ഇവിടെ വന്ന് ഈ പറഞ്ഞ പരിപാടികളൊക്കെ പങ്കെടുക്കാം. നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ, നമ്മുടെ മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്ക് എല്ലാത്തിനും സൊല്യൂഷൻ ശരിക്കും US-ലുണ്ട്. അത് ഞാൻ ഇവിടെ വന്നപ്പോഴുള്ള അല്ലെങ്കിൽ ഇവിടെ കണ്ട ഒരു വലിയൊരു കാര്യമാട്ടാ. ബയോസ്ഫിയർ നിക്കണമെന്നുണ്ടല്ലോ, നമ്മൾ ചൊവ്വ
ചൊവ്വ ഗ്രഹത്തിന് നടുക്കിൽ നിൽക്കണ പോലത്തെ ഒരു ഫീലിങ്ങിനെ അവർ റെഡിയാക്കി വെച്ചിരിക്കുന്നത്. കണ്ട വലിയൊരു ഡെസേർട്ടിന്റെ നടുക്കിലാണ് ഈ ഇത് നിൽക്കണത്, ബയോസ്ഫിയർ നിൽക്കണത്. ഈ ബയോസ്ഫിയർ നിൽക്കുന്ന ഓറക്കിൾ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഓറക്കിളില് ഒരു എനിക്ക് തോന്നുന്നു 80-85 ഏക്കറോളം വരുന്ന സ്ഥലത്ത് കാറ്റലീന മൗണ്ടൻസ് ആണ് ഈ ബാക്ക്ഗ്രൗണ്ട് കാണുന്നത്. കാറ്റലീന മൗണ്ടൻസിന്റെ താഴ്വാരത്താണ് ഈ ഒരു ബയോസ്ഫിയർ ഇവര് 1991 അതെ 91 ഇത് സെറ്റ് ചെയ്തത്. കോടികൾ മുടക്കിയാണ് ഇത് സെറ്റ് ചെയ്തത്. അപ്പൊ നമ്മൾ ഈ കാണുന്നത് കാറ്റലീന മൗണ്ടൻസ്, ഈ കാണുന്നതൊക്കെയാണ് അതിന്റെ ക്യാമ്പസ്. അപ്പൊ നമ്മള് ആ ഒരു മായാവലോകത്തേക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ റൈറ്റ് സൈഡിലൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിനെപ്പറ്റി പഠിക്കാനായിട്ട് റിസർച്ച് ചെയ്യാനൊക്കെ ആയിട്ട് വരുന്ന കൺവെൻഷൻ സെന്ററിലത്തെ പരിപാടികളൊക്കെ ആയിട്ട് വരുന്ന ആൾക്കാർക്ക് താമസിക്കാനുള്ള സ്ഥലം സംഭവങ്ങളൊക്കെയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ നമ്മുടെ നേരെ മുമ്പിൽ നിൽക്കണതാണ് ആ ഒരു വേൾഡ്. ചൊവ്വാഗ്രഹത്തില് മനുഷ്യന്മാർ പോയി അല്ലെങ്കിൽ നാളെ ഏതെങ്കിലും ഒരു കാലഘട്ടങ്ങളിൽ ആളുകൾ പോയി താമസിക്കുമ്പോൾ എങ്ങനെ താമസിക്കാം എന്ന് ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുത്ത അല്ലെങ്കിൽ അതിൻ്റെ എക്സ്പെരിമെൻ്റ് ചെയ്ത ആ ഒരു സ്ഥലമാണ് നമ്മുടെ നേരെ മുമ്പിൽ കാണുന്ന ഈ ഒരു വേൾഡ് കേട്ടോ. ഫുള്ള് സോളാറും സൺലൈറ്റൊക്കെ കൊണ്ട് യൂസ് ചെയ്യണ ഒരു വേറെ സിസ്റ്റമാണ് നമ്മളിനി കാണാൻ പോണത്, വേറൊരു വേൾഡ്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് തന്നെ വരുമ്പോൾ ഓരോ സാധനങ്ങൾ നമ്മൾ സ്പേസിൽ വെക്കുന്ന പോലത്തെ ഷേപ്പുകളും അല്ലെങ്കിൽ അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് നമ്മൾ ഇവിടെ നിന്ന് കാണുന്നത് കേട്ടോ. നോക്കിയേ, ഇതിൻ്റെ അകം ഒരു വേറെ വേൾഡിൽ ഒരു ഗവൺമെൻറ് പോലല്ല ഇത് പണിതെന്ന് പറയുമ്പോഴാണ് അതിനടുത്ത രസം. അന്നത്തെ കാലത്തെ ഒരു ബില്യനെയറിൻ്റെ പ്രാന്ത് ശരിക്കും ഇന്നത്തെ കാലത്തും ജനങ്ങൾ പഠിക്കണല്ലേ. പ്രൈവറ്റ് ആയിട്ടുള്ള ഒരാളാണ് ഇതിന് സ്പെൻഡ് ചെയ്തെന്നുള്ളതാണ്. ഗവൺമെന്റ് അദ്ദേഹത്തോട് പറഞ്ഞില്ല ഇത് ചെയ്യാനായിട്ട്, ആരും പറഞ്ഞില്ല. പക്ഷെ അദ്ദേഹം ഒരു ഇനിഷ്യേറ്റീവ് എടുത്തിട്ടാണ് പ്രൈവറ്റ് ആയിട്ട് ചെയ്യായിരുന്നു. ഒരു വേൾഡാണ് നമ്മൾ നിങ്ങളെ മുമ്പിലേക്ക് എത്തിക്കാൻ പോകുന്നത് കേട്ടോ. ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ പറഞ്ഞ ഡെസേർട്ട്, കടല്, റെയിൻ ഫോറസ്റ്റ് എന്ന് വേണ്ട എല്ലാ സംഭവങ്ങളും നമുക്കായി കാത്തിരിക്കുന്നു കേട്ടോ. ബയോസ്ഫിയർ 2 ബൈ ട്രാവലിസ്റ്റ. അപ്പൊ ഈ ബയോസ്ഫിയർ 2 നമ്മൾ കാണാൻ പോകുന്നതിന് മുമ്പേ അതിന്റെ ഒരു ചെറിയൊരു ചരിത്രം കൂടെ പറയാം. ഒരു വലിയൊരു കോടീശ്വരൻ അദ്ദേഹമാണ് ഈ ബയോസ്ഫിയർ 2 നിർമ്മിക്കുന്നത്. എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബില്യനർ എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ഒരു 8 പേരെ ഇതിൻ്റെ അകത്ത് താമസിപ്പിക്കുകയാണ്. ഒരു എൻവയറമെന്റ് ഉണ്ടാക്കി ഇതിൻ്റെ അകത്ത് താമസിപ്പിച്ചു കഴിഞ്ഞ് അതിൻ്റെ അകത്തുനിന്ന് റിസർച്ച് നടത്തി കിട്ടുന്ന കാര്യങ്ങളൊക്കെ ബഹിരാകാശത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്ലാനറ്റിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും നമ്മൾ കോളനൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ജീവിക്കാനായിട്ട് ഇത് സഹായകരമാകുമെന്നും പറഞ്ഞുകൊണ്ടാണ് ഇദ്ദേഹം ഇത് പണിയുന്നത്. മനുഷ്യന്മാരെ ഏതെങ്കിലും ഗ്രഹങ്ങളിൽ പോയിട്ട് കോളനൈസ് ചെയ്യുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇതുപോലെ സെറ്റാക്കാൻ പറ്റുമെന്ന് ഉള്ള ഒരു കോൺസെപ്റ്റിലാണ് അദ്ദേഹം ഇത് പണിയുന്നത്. അപ്പൊ ഇത് പണിയുമ്പോൾ ഇത് എൻറ്റയർലി സീൽഡ് ആയിരിക്കണം. അപ്പൊ ഇതിന്റെ ഫൗണ്ടേഷൻ തൊട്ട് അദ്ദേഹം മറ്റ് അറ്റ്മോസ്ഫിയറുമായിട്ട് യാതൊരു വിധമായിട്ടുള്ള ബന്ധങ്ങളും ഉണ്ടാകാതെ ഫൗണ്ടേഷൻ സ്റ്റീൽ ഇട്ടിട്ട് സ്റ്റീലിന്റെ മണ്ടയിലാണ് ഇത് പണിയുന്നത്. കാരണം അടിയിൽ നിന്ന് കണ്ടാമിനേഷൻ ഒന്നും ഉണ്ടാകാൻ പാടില്ല. അത് കഴിഞ്ഞ് ഇത് മൊത്തം പണിത് പൂർത്തീകരിച്ചതിന് ശേഷം അദ്ദേഹം ഇതിനകത്ത് ലോകത്തിന്റെ പല ഭാഗത്തു നിന്നുള്ള മണല്, കല്ല്, ചെടികള്, മൃഗങ്ങള്, അങ്ങനെ പല സംഗതികളും ഇതിന്റെ അകത്ത് കയറ്റി ഇതെല്ലാം സെറ്റ് ചെയ്തിട്ടാണ് ഈ 8 പേരെ 4 ആണും 4 പെണ്ണുങ്ങളെയും ഇതിൻ്റെ അകത്ത് റിസർച്ച് ചെയ്യാനായിട്ട് കയറ്റിവിടുന്നത്. അപ്പോൾ ഇവരെല്ലാം ശാസ്ത്രജ്ഞന്മാരാണ്, പല മേഖലയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇവരുടെ മെയിൻ ജോലി റിസർച്ച് നടത്തുക എന്നുള്ളതാണ്. ഇവർ ഒറ്റ കണ്ടീഷനേ ഉണ്ടായിരുന്നുള്ളൂ, ഇവരിതിൻ്റെ അകത്ത് തന്നെ കൃഷി ചെയ്ത് വേണം ജീവിക്കാനെന്നുള്ളത്. അപ്പോൾ ഇവർക്ക് കൃഷി ചെയ്യാനായിട്ട് വേണ്ട സകല സാധനങ്ങളും ഇവരത് പ്രൊക്യൂർ ചെയ്തു. മൃഗങ്ങളുണ്ട്, പാലിന് പാല്, ഇറച്ചിക്ക് ഇറച്ചി, പിന്നെ ഗോതമ്പിന് അരി, വെള്ളത്തിന് വെള്ളത്തിൻ്റെ കാര്യം എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം ഇവരിത് ബയോസ്ഫിയർ 2 പണിത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ അടുത്തുണ്ടായിരുന്ന ഒരു കിണറ്റിൽ നിന്ന് അവർക്ക് എടുക്കാവുന്ന മാക്സിമം വെള്ളം അവർ ഇതിൻ്റെ അകത്ത് സ്റ്റോർ ചെയ്തു. ഡെസേർട്ടിനുള്ളിൽ നിന്ന് മാക്സിമം വെള്ളം ഇതിൻ്റെ അകത്ത് സ്റ്റോർ ചെയ്തതിന് ശേഷം ഇവിടെ ഒരു സിസ്റ്റം ഉണ്ട്. ഇവിടെ ഈ വാട്ടർ ഇവാപ്പറേറ്റേഴ്സ് എന്ന് പറയും. അതായത് ഈ വെള്ളം തണുപ്പിക്കാനും വെള്ളം ചൂടാക്കാനായിട്ടുള്ള ഒരു വലിയ സിസ്റ്റം ഓരോ എൻവയറമെന്റ് അതാത് സ്ഥലത്ത് വേണ്ട എന്തൊക്കെയാണോ അതെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഇവാപ്പറേറ്റേഴ്സിനൊരു പ്രത്യേകത ഉണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ ഇത് പ്രവർത്തിക്കുമ്പോൾ കോണ്ടൻസേഷൻ ആയിട്ട് തന്നെ നമുക്ക് വെള്ളം കിട്ടും. അപ്പോൾ ആ വെള്ളവും ഇവർക്ക് പിന്നെ സേവ് ചെയ്യാനായിട്ട് ഇവർക്ക് പറ്റും. അപ്പം അങ്ങനെ അതെ, ഇവർക്ക് വെള്ളത്തിന് യാതൊരു പഞ്ഞം ഉണ്ടായിരുന്നു. ഇവർക്ക് പഞ്ഞം ഉണ്ടായത് ഭക്ഷണം മാത്രമേ ഉള്ളായിരുന്നു. ധാരാളിത്തത്തിന് ഇവർക്കില്ലാഞ്ഞത് ആവശ്യത്തിന് മാത്രമുള്ള ഭക്ഷണമായിരുന്നു. ആ ഭക്ഷണം ഇവർ ഇതിൻ്റെ അകത്തുനിന്ന് ഉണ്ടാക്കി കഴിക്കണമായിരുന്നു.
അപ്പൊ അതൊക്കെ നമ്മൾ കാണാൻ പോണത്. അങ്ങനെ അതെങ്ങനെ ഒരു ജീവിച്ച ഇതിന്റെ ഉള്ളത്തെ ഡെസേർട്ട്, ഇതിന്റെ ഉള്ളത്തെ റെയിൻ ഫോറസ്റ്റ്, ഇതിന്റെ ഉള്ളത്തെ കടലൊക്കെ നമ്മൾ കാണാൻ പോണത്. ചിന്തിക്കാൻ പറ്റുമോ? നമ്മുടെ ട്രാവലിസ്റ്റ് ഫാമിലിയുടെ എന്താ പറയാ, ഇതുവരെയുള്ള യാത്രകളിൽ എപ്പോഴും കൂടിയുള്ളത് നിങ്ങളുടെ സപ്പോർട്ട് കാരണം നമ്മൾ ഇങ്ങനത്തെ കണ്ടന്റുകൾ നമ്മളെ തേടി വരും. പക്ഷെ ഇതില് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കണമെന്ന് തമ്പുരാനും പ്രകൃതിയും എല്ലാവർക്കും ഒരു ഇതുണ്ടായിരുന്നു കാണിക്കാനായിട്ട്. അത് നമ്മൾ കാണിക്കാൻ പോകണം. ഏതാ വീട്ടില് ഇതിന്റെ കൺസ്ട്രക്ഷൻ, ഇതിന്റെ ഉള്ളിൽ കണ്ടാ നിങ്ങള്, ഇതിന്റെ ഉള്ളില് മരങ്ങളൊക്കെ നിക്കണണ്ടാ, ഈ ചില്ലിന്റെ ഉള്ളിൽ വാഴേട്ടാ. നമ്മള് ആമസോൺ റെയിൻ ഫോറസ്റ്റ് ഒക്കെ പോലെ അതിന്റെ ഉള്ളിൽ നിൽക്കണ സംഭവങ്ങൾ കണ്ടാ, കുരങ്ങന്മാരുണ്ടാ. അതിന്റെ ഉള്ളിൽ ഇനി ഒരു വേൾഡാണ് നമ്മൾ ഇനി കാണിക്കാൻ പോണട്ടാ. ഞാൻ ഭയങ്കര എക്സൈറ്റ്മെന്റ് ഇല്ലാണ്ട് അത് കാണാനായിട്ട്. ഒന്ന് ആലോചിച്ച് നോക്കിയൊക്കെ, ഇതിന്റെ അകത്തൊരു വേൾഡ്. ഇതിന്റെ ഫ്രെയിമുകളടക്കം നമ്മളെ സ്പേസ് വണ്ടികൾ അല്ലെങ്കിൽ സ്പേസ് സ്റ്റേഷനിലൊക്കെ ഉപയോഗിക്കുന്ന ആ റോക്കറ്റുകളിലൊക്കെ ഫ്രെയിം പോലെ തന്നെയല്ലേ മൊത്തം. അങ്ങനത്തെ ഒരു ഫീലിംഗ് ഉണ്ട് കേട്ടോ. അകത്തേക്ക് നമ്മൾ കിടക്കാടാ. ഇതിന് നമ്മുടെ മെയിൻ എൻട്രൻസ് ആദ്യത്തെ. അപ്പൊ നമ്മുടെ ബയോസ്ഫിയർ 2ന്റെ അകത്തേക്ക് നമ്മൾ കടന്നിരിക്കുക. ഈ കടക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1991 8 പേരെ ഇതിന്റെ അകത്ത് സീൽ ചെയ്യണം. അവരുടെ സീൽ ചെയ്തിട്ട് പറയണത്, ഇവിടെ ഒരു എൻവയോൺമെന്റ് കൊടുത്തിട്ട് പറയണത് 10 വർഷം ഈ എൻവയോൺമെന്റിൽ നിങ്ങൾ താമസിക്കണം. ഈ ഒരു കൺസെപ്റ്റ് ചൊവ്വയിലായാലും അല്ലെങ്കിൽ ഏത് ഗ്രഹത്തിലാണ് മനുഷ്യന്മാർ പോണ അവിടെ എങ്ങനെ മനുഷ്യന്മാർ ജീവിക്കണമെന്നാണ് നമുക്ക് തെളിയിക്കണം. ഈ ഒരു സംഭവം കൺസെപ്റ്റ് കൊടുക്കുന്നത് പതുക്കെ പതുക്കെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കും. അപ്പൊ നമ്മൾ ആദ്യം കാണുന്നത് ഡൈനിങ് ഏരിയയാണ്. ഡൈനിങ് ടേബിളിന് നമ്മൾ ആദ്യം കാണുന്നത്, ഈ ഡൈനിങ് ടേബിളിന് ഇവിടുത്തെ ആൾക്കാർ, അന്ന് ഈ സീലായിപ്പെട്ട ആൾക്കാർ 8 പേരും ഭക്ഷണം കഴിക്കുന്ന ഒരു ഏരിയയാണ് നമ്മൾ കാണുന്നത്. ഒപ്പം തന്നെ കിച്ചനും. 10 വർഷത്തിൽ എത്ര നാളെ അവർ താമസിച്ചെന്ന് നമുക്ക് വഴിയെ പറഞ്ഞു തരാം. ഈ 8 പേര് കുക്ക് ചെയ്യുന്ന രംഗങ്ങൾ നമുക്ക് അവർ കുക്ക് ചെയ്യണു. അതുപോലെ ഇവിടുന്ന് ഉണ്ടാക്കണ പച്ചക്കറികൾ കൊണ്ട് ഉപ്പേരി വയ്ക്കണു, ചായ ഉണ്ടാക്കണു, കാപ്പി ഉണ്ടാക്കണു എന്ന് വേണ്ട എല്ലാ സാധനവും നിർത്താനും. ഇത് അവരിവിടെ തന്നെ കൃഷി ചെയ്ത പീനട്ട്, അതുപോലെ ലാബ് അവർ തന്നെ ഉണ്ടാക്കിയ ബീൻസ് അവർ തന്നെ ഓർഗാനിക് ആയിട്ടുള്ളത്. 1991 ഓർഗാനിക് ആയിട്ട് ഭക്ഷണം ഉണ്ടാക്കിയിട്ട് അവർ കഴിക്കുന്നുണ്ട്. പച്ചക്കറികൾ സെറ്റ് ചെയ്യണം. ഇതാണ് ഇത് ഒറിജിനലിന്റെ അകത്ത് വീഡിയോ ഷൂട്ട് ചെയ്യണതാട്ടാ. നോക്കിയാ അതിൻ്റെ ഉള്ളിൽ ഉണ്ടാവണ നമ്മുടെ റെയിൻ ഫോറസ്റ്റ് ഉണ്ടാവുന്ന സാധനങ്ങളൊക്കെ നമുക്ക് കാണാം. സബോള ഡ്യൂട്ടീസ് തന്നെ കാണാനല്ല. ഒരാൾക്ക് ഒരു ദിവസം അടുക്കളയാണെങ്കിൽ രണ്ടാമത്തെ 2 പേർക്ക്, അടുത്ത ആൾക്കാർക്ക് വേറെ. ഇപ്പൊ ഓരോ പാക്കറ്റായിട്ട് ഓരോ സാധനങ്ങൾ എടുത്ത് വയ്ക്കുന്നു, അവർ ഭക്ഷണം കഴിക്കുന്നു. അവർക്ക് വേണ്ട ഓവണും സംഭവങ്ങളും എല്ലാം ഇതിലുള്ള ഉൾപ്പെടുത്തിണ്ടായിരുന്നിട്ടാ. ഈ കിച്ചണ് നമ്മൾ കാണുന്നത് കണ്ടാ, നമ്മളിപ്പോ നിൽക്കണത് എവിടെയാണ്. എന്താലേ ഒരു രക്ഷയില്ലട്ടാ. അപ്പൊ നമ്മള് ഇനി അടുത്ത ഭാഗത്തേക്ക് കിടക്കണം. ബയോസ്ഫിയറിന്റെ അന്ന് കാലത്ത് ഇവര് എങ്ങനെ ഇതിനുള്ള സർവൈവ് ചെയ്തു എന്നുള്ള അടുത്ത തെളിവുകൾ നമ്മൾ ഇനി കാണിക്കാൻ പോണെന്നിട്ടാ. ഇത്രയ്ക്കും വലിയൊരു സാമ്രാജ്യം ഉണ്ടാക്കിയതിനെ പറ്റി നമുക്ക് ചിന്തിക്കണ്ടേട്ടാ. ഇതിന്റെ അകത്തെ സംഭവങ്ങളുണ്ട് അന്നത്തെ ഹാർവെസ്റ്റ് ചെയ്യാനായിട്ടുള്ള, അല്ലെങ്കിൽ അത് കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്തൊക്കെ ഉള്ള ഫോട്ടോസ് നമ്മൾ കാണാട്ടാ, ചൂടിപ്പിക്കുന്ന സമയത്തുള്ള. അപ്പൊ അവർക്ക് ഇങ്ങനെ പുറം ലോകം കാണാൻ പറ്റും. ഇത് കണ്ട, ഇങ്ങനെ നോക്കി കഴിഞ്ഞാൽ പുറം ലോകമൊക്കെ നമുക്ക് കാണാം. പക്ഷെ വേറെ ഒരു ഗ്രഹത്തിൽ നിൽക്കുന്ന പോലത്തെ ഒരു തോന്നലുണ്ടാവുള്ളൂ. വേറെ മനുഷ്യന്മാരും കാണാൻ പറ്റില്ല അവർക്ക്. അപ്പൊ ഇവരോട് താമസിക്കുമ്പോൾ ഇവരുടെ ലിവിംഗ് ക്വാർട്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണ്. അതായത് ഇവരെങ്ങനെയാണോ താമസിക്കുന്നത്, അവർക്ക് ഓരോ ആൾക്കാർക്കും സെപ്പറേറ്റ് ആയിട്ട് ഓരോ ലിവിംഗ് ക്വാർട്ടേഴ്സ് കൊടുത്തു. വീട് പോലെ തന്നെ. ഇതിന് മുകളിലായിരിക്കില്ല താമസം, റൂമോ സംഭവങ്ങളൊക്കെ, സ്റ്റെപ്പ് കാണണ്ടല്ലോ. അതെ, ബെഡ്റൂം ഒക്കെ ചിലപ്പോൾ. ഓക്കെ. ഇവർക്ക് അങ്ങോട്ട് സംസാരിച്ചിരിക്കാനൊക്കെ ആയിട്ടുള്ള സ്ഥലം. അവരൊന്നും ഉപയോഗിച്ച ബോയൽ സൂട്ട് ഉണ്ടോ, അവരൊന്നും ഉപയോഗിച്ച ഡ്രസ്സും അവർ സൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആരൊക്കെയോ TV, VCR എല്ലാ സംഭവങ്ങളും കേട്ടോ. അപ്പൊ നമ്മള് ആദ്യം തന്നെ ലിയോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വലിയ ഒരു നാച്ചുറൽ സംഭവം നമ്മൾ കാണാൻ പോകണം. പുറത്തോട്ട് നോക്കി എന്താ സംഭവം എന്നറിയാം. ആർട്ടിഫിഷ്യലായിട്ട് ഇവര് സോയിൽ എഞ്ചിനീയർ ചെയ്തിട്ട് ഒരു സ്ലോപ്പിന്റെ അകത്ത് കൊണ്ടെല്ലാം സെറ്റ് ചെയ്ത് അതിൻ്റെ അകത്ത് സെൻസേഴ്സും കാര്യങ്ങളും എല്ലാം വെച്ചിട്ട് ആർട്ടിഫിഷ്യലായിട്ട് ഇവര് മഴ, വെളിച്ചം, അതുപോലെ തന്നെ എൻവയറമെന്റ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ സ്റ്റഡി ചെയ്യാനായിട്ട്. അതായത് ഒരു ഹിൽ സ്ലോപ്പിൽ എങ്ങനെയൊക്കെയാണ് ഒരു മഴ പെയ്താൽ അല്ലെങ്കിൽ വെള്ളം എവിടെ വീഴും, എങ്ങനെയാണ് ഇറോഷൻ ഉണ്ടാകുന്നത്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ സ്റ്റഡി ചെയ്യാനായിട്ട് അവര് ഉപയോഗിച്ച ഒരു ലാബാണ് നമ്മുടെ മുന്നിൽ കാണുന്ന ലിയോ എന്ന്. ഇത് അകത്തേക്ക് കയറാൻ മുമ്പ് എഞ്ചിനീയേഴ്സോട് പണിത് വെച്ചു. നമ്മൾ ഈ 8 പേര് കാണാൻ മുമ്പ് ഈ 8 പേർക്ക് സ്റ്റഡി ചെയ്യാനായിട്ട് ആർട്ടിഫിഷ്യലായിട്ട് ഇങ്ങനെ ഒരു ടർഫ് അല്ലെങ്കിൽ ഒരു സ്ട്രക്ചർ ഉണ്ടാക്കിയിട്ട് പിന്നീട് അവര് ഇതിന്റെ അകത്ത് ക്ലോസ് ചെയ്തതിന് ശേഷമാണ്
ഇവർ വെള്ളം ഓണാക്കുന്നു. പിന്നെ അവരെ സയന്റിസ്റ്റുകളുടെ ജോലിയാണ് ഇതിന്റെ ഇറോഷന്, ഇതിന്റെ വെള്ളത്തിന്റെ ക്വാളിറ്റി, അതായത് വെള്ളം ഇവിടെ വീണ് കഴിയുമ്പോൾ ഇത് എങ്ങനെയാണ് ഒഴുകുന്നത്, അപ്പൊ ഒഴുകുന്ന അനുസരിച്ച് ഇവര് കംപ്ലീറ്റ് അതിന്റെ പിന്നെ സ്ട്രക്ചർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവർ പഠിക്കുകയാണ്. അപ്പൊ ഈ വെള്ളം ഒഴുകി താഴെ ചെന്ന് കഴിയുമ്പോൾ ആ വെള്ളത്തിന്റെ ക്വാളിറ്റി എന്തായിരിക്കും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവര് ഇവിടെ കാണിക്കുന്നത്. ഈ കാണുന്ന ടർഫാണ് ലൂക്കട, ഈ പറഞ്ഞ സംഭവം ടർഫിലാണ് അവര് മറ്റേ ഇത് വെച്ചിരിക്കുന്നത്, അവരെ സ്കോപ്പ് വെച്ചിരിക്കുന്നത്. അപ്പൊ ഇതിനകത്തെല്ലാം സെൻസേഴ്സ് ഉണ്ട്, ഓരോ സ്ഥലത്ത് സെൻസർ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് മുകളിൽ കാണുന്നതാണ് നമ്മൾ വെള്ളം സ്പ്രേ ചെയ്യുന്നു, മഴ അവർക്ക് ആർട്ടിഫിഷ്യലായിട്ട് ക്രിയേറ്റ് ചെയ്തു, എന്നിട്ട് വെള്ളം എങ്ങനെയാണ് ഫ്ലോ ചെയ്യുന്നത്. അതന്നെ ചെറിയ കുഴി സെന്ററിൽ വെള്ളം, സൺലൈറ്റ്, അതൊന്നും വേണ്ട എല്ലാ സംഭവങ്ങളും മിക്സ് ചെയ്തിട്ടൊരു അന്വേഷണം. ഈ മേക്കിങ്ങിന്റെ ഉള്ളിൽ കൂടെ നമ്മളിങ്ങനെ ഓരോ ഘട്ടം നമുക്ക് 1 മണിക്കൂറുണ്ട് നമ്മുടെ ടൂർ വരണം കേട്ടോ. ആ ടൂർ 1 മണിക്കൂറിനുള്ള നമ്മളിത് ഇപ്പോൾ കണ്ടു തീർക്ക് വേണം, ഇപ്പം ഷൂട്ട് ചെയ്ത് തീർക്ക് വേണം. കാരണം നമുക്ക് സ്വല്പം സമയം എടുത്തിട്ട് വേണം അതൊക്കെ ചെയ്യണമെങ്കിലേ. ഇതൊക്കെ അന്ന് ഉണ്ടാക്കി വെച്ചിട്ട് നിങ്ങൾ ഇരുമ്പോണ്ടുണ്ടാക്കിയാണേട്ടാ. 88 തുടങ്ങിയിട്ട് 91 അവരിത് പ്രാവർത്തികമാക്കണേട്ടാ. 88 തൊട്ടാണ് ഇതിന്റെ കൺസ്ട്രക്ഷൻ തുടങ്ങിയത്. ഇത് കണ്ട, അത് പുറത്തുനിന്ന് അവർ സീൽ ചെയ്തിട്ടുള്ള വാതിലുകൾ നമ്മൾ കാണാണ്ട. ഇങ്ങനത്തെ വാതിൽ നമ്മൾ ഷിപ്പിന്റെ ഒക്കെ വാതിലുണ്ട്, അതേപോലത്തെ ഒരു വാതിലാണ് അവർ പുറത്തുനിന്ന് അവർ ലോക്ക് ചെയ്ത് സിസ്റ്റട്ടാ. എന്നാലോചിക്കല്ലേ ലൂക്ക, നമ്മൾ ഇനി ഇതിന്റെ ഉള്ളിലത്തെ ആമസോൺ റെയിൻ ഫോറസ്റ്റ് കാണാൻ പോണ ലൂക്ക. അതെ, ലോവർ ക്വാർട്ടേഴ്സ് ആണ് നമ്മളിപ്പോൾ. ഇനി ഇവിടെ നമ്മളിവിടെ വേറൊരു വേൾഡാണ് ഇവിടെ സൃഷ്ടിച്ച് ചെയ്തിട്ടുണ്ടവര്. നമ്മൾ പുറത്തൊരു റിസോർട്ട് കണ്ടില്ലേ, ഇവിടുത്തെ മണ്ണും സംഭവങ്ങളൊക്കെ അവര് ഈ ഒരു പരിപാടിക്ക് വേണ്ടിയിട്ട് ഇവിടെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ 8 പേരെ അകത്തേക്ക് കയറ്റിട്ടാ. നമ്മൾ പറയുമ്പോ ബാസ് കൊണ്ട് പുറത്തേക്ക് വരും. ഇതിന്റെ അകത്തേക്ക് കൂടെ ഒക്കെ നമ്മുടെ പേരമരത്തിന്റെ ഒരു പേരമരം നോക്കി ആ ഇതിന്റെ ഉള്ളിൽ കൂടെ ഒക്കെ വന്നിരിക്കട്ടാ. പറയണത് അല്ലേ. ഇതില് കായ്ക്കളും സംഭവങ്ങളും ഈ ഒരു സെക്ഷനിലാണോ? കോഫി. നമ്മൾ കോഫി കുടിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് കോപ്പി മരം ഇവിടെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ നമ്മള് ടൂർ പോകുമ്പോ ചോറും പരിപ്പൊക്കെ കൊടുത്താക്കില്ലേ, അതൊന്നും നമ്മുടെ നടക്കില്ല. ഇതിന്റെ അകത്തുനിന്ന് കിട്ടുന്ന ഇതിന്റെ അകത്തുനിന്ന് തന്നെ എല്ലാം കൃഷി ചെയ്ത് അല്ലെങ്കിൽ ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ള സാധനത്തോണ്ടാണ് അവർക്ക് ഇവിടെ ജീവിക്കണെങ്കിൽ. ആരാണെങ്കിൽ എന്തൊരു ചെയ്യണോ, അപ്പൊ എല്ലാതും ഈ ഒരു ഈ ഒരു വേൾഡിൽ അവർ വളർത്തിയെന്ന് പറഞ്ഞു ആലോചിക്കൊക്കെ. ഇത് എത്ര വർഷം അവർ ഇതിനുള്ളിൽ നിന്ന് നമുക്കറിയണ്ടേ. പറഞ്ഞുതരാം. എന്തായാലും നമ്മൾ ഈ ഒരു മായ ലോകം കണ്ടുകൊണ്ട് വീണ്ടും വീണ്ടും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണം. ഇതെന്തൊരു സംഭവം, ഇതൊരു കായ ഉണ്ടായിക്കൊണ്ടിരിക്കണല്ലോ. ഒരു കായ ഉണ്ടാ കണ്ട, ചെറുനാരങ്ങ ഉണ്ടായി നോക്കിയാ. എല്ലാ സാധനങ്ങളും അവര് എല്ലാ സാധനങ്ങളും അവര് കൃഷി. ഗ്രേപ്പ് ഫ്രൂട്ടാ. ഓക്കെ. അപ്പൊ ഇതിന്റെ ഉള്ളില് ഈ ചില്ലിമയൊക്കെ അതേ മരങ്ങളൊക്കെ ഇങ്ങനെ നമ്മള് ജുമാൻജി സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ ഇങ്ങനത്തെ. എനിക്ക് ഇത് അത് കാണുമ്പോ അത് ഓർമ്മ തന്നെടാ. നമുക്ക് വാഴ ഇതവർ ഓരോ സമയത്ത് ഓരോ കാലഘട്ടം കഴിയുമ്പോൾ മാറ്റി വെക്കുന്നുണ്ട്. ബനാന അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ഓരോ ഫ്രൂട്ടുകളായിരിക്കും നമ്മൾ കാണണ്ടാവുക. വെറൈറ്റി സാധനങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കണടാ. ഇവിടെ നമ്മൾ വരാൻ അടുത്തൊരു ലോകത്തേക്ക് എൻട്രി ചെയ്യട്ടാ. അപ്പൊ ഇതൊക്കെ ഫീൽ ചെയ്തൊരു ഭാഗമാണ്. ഇവരുടെ ശരിക്കുള്ള എൻട്രി എന്ന് പറഞ്ഞാൽ അതിലുണ്ട്. പക്ഷെ നമ്മൾ ഇവിടുന്ന് ഒരു ഷോർട്ട് എക്സിറ്റ് എടുത്തിട്ട് വേറെ സ്ഥലത്തേക്ക് കയറാൻ പോവാ അല്ലെ. ഇതൊക്കെ അന്ന് ഫുൾ ക്ലോസ്ഡ് ആയിരുന്നു കേട്ടോ. ഇവരുടെ ഗവേഷണവുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ കുറെ ഉണ്ട് അല്ലേ. കുറെ ഭാഗങ്ങളൊക്കെ ഇവര് സീൽ ചെയ്തിട്ടുണ്ട്. കാരണം ഒത്തിരി നടപ്പുള്ളതുകൊണ്ട് നമ്മളിപ്പോ ഒരു ഷോർട്ട് കട്ട് എടുത്തിട്ട് 1 മണിക്കൂർ സമയം കൊണ്ട് നമുക്ക് തീർക്കുന്നതാണ്. ഷോർട്ട് കട്ട് എടുത്ത് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോകാം. ഇവിടെ ഓരോ വെയിലിട്ടാണ് കേട്ടോ. നോക്കിയാ അതൊക്കെ റിസർച്ചിന്റെ ഭാഗമാവില്ലേ ചേട്ടാ. നമ്മളെപ്പോഴും പറയാറില്ലേ, നമ്മളുണ്ടാക്കണത് എപ്പോഴും എന്തെങ്കിലും നമ്മുടെ തലമുറയ്ക്കായിട്ട് ചെയ്തു വെക്കാൻ പറയണില്ലേ. ഇതാണ് അതിൻ്റെ വലിയൊരു ഉദാഹരണം. നമ്മൾ എന്ത് നിർമ്മിക്കുമ്പോഴും അല്ലെങ്കിൽ എന്തിനെ പറ്റി ചിന്തിക്കുന്നതും എന്തെങ്കിലും യൂണിക്കായിട്ട് ചിന്തിക്കുക അല്ലെങ്കിൽ യൂണിക്കായിട്ട് നടത്തി കഴിഞ്ഞാൽ നമുക്കത് നമ്മുടെ തലമുറകളോളം അത് നമ്മളെ ഫോളോ ചെയ്യുമെന്ന് പറയുന്നത് വലിയൊരു ഉദാഹരണമാണ് നമ്മൾ കാണുക കേട്ടോ. ആ ബില്ലിനേർക്ക് ഒരു ആവശ്യമില്ല ഈ വക പരിപാടി ചെയ്തിട്ട് ഇങ്ങനെ സ്റ്റാർ ആവണമെന്ന്. പക്ഷേ പുള്ളിക്കാരൊരു ഇഷ്ടമാണ് അല്ലെങ്കിൽ പുള്ളിക്കാരൻ്റെ ഒരു പാഷനാണ് ഇതിങ്ങനെ ഉണ്ടാക്കി ലോകത്തിന് മുമ്പിൽ എത്തിച്ചിട്ടാ. ലിയോയുടെ ആ പ്രോജക്റ്റിന്റെ അകത്ത് ഉള്ളതാണ് ഈ 3 ലാൻഡ്സ്കേപ്പാണ് ഇവർ ഇതുപോലെ ചെയ്തിരുന്നത്. ഓക്കെ. ആ 3 ലാൻഡ്സ്കേപ്പിലും പല എക്സ്പെരിമെന്റുകളും നടത്താൻ വേണ്ടിയാണ് അവര് ഈ 3 ലാൻഡ്സ്കേപ്പുകൾ അവിടെ സെറ്റ് ചെയ്തത്. അങ്ങനെ നമ്മൾ നടന്നു വരുമ്പോൾ ഇതിലൊക്കെ ഓരോ പ്രധാനപ്പെട്ട ഓരോ ഏരിയകളുണ്ട് അല്ലേ. ഏരിയയിൽ ഒന്നാണ് നമ്മള് നേരെ ഓപ്പോസിറ്റ് കാണുന്നത് അല്ലേ. അത് ഈ ഓപ്പോസിറ്റ് കാണുന്നതാണ് എനർജി സെന്റർ എന്ന് പറയും. എനർജി സെന്ററിന്റെ പിന്നെ പ്രവർത്തനം എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സീൽ ചെയ്തിരിക്കുന്ന എൻവയറൺമെന്റിനകത്ത് ഈ ആരിസോണയിൽ ഭയങ്കര ചൂടും തണുപ്പും ഒക്കെ വരുന്ന സമയത്ത് ഈ എനർജി സെന്ററിന്റെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ജനറേറ്റർ യൂണിറ്റ് ഉണ്ട്, അതുപോലെ വെള്ളം കൂളാക്കുന്ന യൂണിറ്റ് ഉണ്ട്, അതുപോലെ വെള്ളം ചൂടാക്കുന്ന യൂണിറ്റും ഉണ്ട്. അപ്പൊ അങ്ങനത്തെ ഫങ്ഷൻസ് ഇതിന്റെ അകത്ത് പിന്നെ ചൂട് കൂടുന്ന സമയത്ത്
ഇതിനകത്തുണ്ടാകുന്ന വെള്ളം ആഡിക്വറ്റ് ആയിട്ടുള്ള ടെമ്പറേച്ചറിലോട്ട് നോർമലൈസ് ചെയ്യാനായിട്ട് കൂളിംഗ് യൂണിറ്റ്. തണുപ്പ് കൂടുന്ന സമയത്തും ഈ വെള്ളം ചൂടാക്കി കൊടുക്കണം. അപ്പൊ അവർക്കൊരു ജനറേറ്റർ ഉണ്ടോ? ഇതിനകത്ത് ജനറേറ്റർ ഉണ്ട്. ഇതിനകത്ത് ജനറേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് 2 ജനറേറ്റർ ഉണ്ട്. ഇനഫ് ടു ഈ അകത്തെ ഇലക്ട്രിക് നീഡ്സിന് മൊത്തം സപ്പോർട്ട് ചെയ്തൊക്കെയുള്ള 2 ജനറേറ്റർ ഉണ്ട്. ഒന്ന് ബയോഗ്യാസ് ഉപയോഗിക്കുന്ന ജനറേറ്റർ, ഒന്ന് ഇലക്ട്രിക് ജനറേറ്റർ. ബയോഗ്യാസ് വെച്ചിട്ടാണ് ഇലക്ട്രിക് ഉണ്ട്. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം മതി ഇതിന്റെ അകത്തെ കംപ്ലീറ്റ് നീഡ്സ് മീറ്റ് ചെയ്യാൻ. ഇലക്ട്രിക് മൊത്തം സോളാർ വെച്ചിട്ടാണ് ഉത്പാദിപ്പിക്കണം. സോളാർ സിസ്റ്റം, പിന്നെ സോളാർ സിസ്റ്റം ഉണ്ട് ഇവർക്ക് ഇലക്ട്രിക് ഇത് ചെയ്യാൻ. അതല്ലാതെ എന്തെങ്കിലും സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ ജനറേറ്റർ ഉപയോഗിച്ചിട്ട് സ്റ്റാൻഡ് ബൈ. അപ്പൊ ഇവിടെയൊക്കെ ആൾക്കാർ സ്റ്റാൻഡ് ബൈ വർക്ക് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അതിനു വേണ്ടി പുറത്ത്. അപ്പോൾ ഇതാണ് നമ്മൾ കാണുന്ന ആ ജനറേറ്റർ റൂം, അല്ലെങ്കിൽ ഈ പറഞ്ഞ സിസ്റ്റം കൺട്രോൾ ചെയ്യണ ഏരിയകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കണ. ഇത് കണ്ടോ, ഓരോരോ സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ആദ്യമായിട്ട് നമ്മൾ ഇങ്ങനെ സംഭവങ്ങൾ കാണണ്ട. നോക്കിയേ, ഇതണ്ട. ഇതിന്റെ അത്ഭുതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1980 കാലഘട്ടങ്ങളിലൊക്കെ ഈ 1000 റേഞ്ചിലൊക്കെ ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾ ആലോചിക്കുക. അന്നത്തെ തല ഒന്ന് ആലോചിക്കുകയല്ല. അന്നത്തെ എന്ന് പറയുമ്പോൾ 1800കളിലും 900കളിലൊക്കെ തലകളൊക്കെ ഉണ്ടെങ്കിലും ഈ ഒരു സംഭവത്തിന് വേണ്ടി ചിന്തിച്ചു കൂട്ടിയതിനെ പറ്റി എനിക്ക് അത്ഭുതമായി നിൽക്കണം. ഓക്കെ, ഈ കാണുന്നതാണ് ഈ കംപ്ലീറ്റ് ബയോസ്ഫിയറിന്റെ ശ്വാസകോശം എന്ന് പറയുന്നത്. ലങ്സ് ആണ്. ഓക്കെ, ഇതിന്റെ പ്രവർത്തനം എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ബയോസ്ഫിയർ ഒന്ന് സീൽ ചെയ്ത് കഴിയുമ്പോൾ ഇതിന്റെ അകത്ത് എയർ പ്രഷർ ഡിഫറൻസ് വരും. നമുക്ക് കാണാം ഇത് മുഴുവനും ഗ്ലാസ് ആണ് ഇട്ടിരിക്കുന്നത്. അപ്പൊ ഈ എയർ പ്രഷറിന്റെ ഡിഫറൻസ് വരുന്ന സമയത്ത് ഈ ഗ്ലാസ് ചിലപ്പോൾ പൊട്ടിത്തെറിക്കുകയൊക്കെ ചെയ്യും. അപ്പൊ അത് പ്രിവെന്റ് ചെയ്യാനായിട്ടാണ് ഈ ലങ്സ് ഉള്ളത്. ഈ ലങ്സിന്റെ പ്രവർത്തനം എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ അകത്തെ എയർ എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്വാസം വലിക്കുന്ന എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് ഈ ലങ്സ് അതനുസരിച്ച് പ്രഷർ റെഗുലേറ്റ് ചെയ്യും. പിന്നെ തണുപ്പ് വരുന്ന സമയത്തും ഈ പറയുന്ന പോലെ ഇതിന്റെ അകത്തെ പ്രഷറിന് വ്യത്യാസം വരുന്ന സമയത്ത് ഈ ലങ്സ് അതിനനുസരിച്ച് പ്രഷർ റെഗുലേറ്റ് ചെയ്തു. അതായത് നമ്മൾ ശ്വാസം എടുക്കുകയും പുറത്തോട്ട് വിടുകയും ചെയ്യുന്ന പോലെ ഈ ലങ്സ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിന്റെ അകത്തെ. ഇപ്പോൾ ഒരു ഡോർ പെട്ടെന്ന് തുറക്കുമ്പോൾ പ്രഷർ ഡിഫറൻസ് വരുമ്പോൾ അത് ബാലൻസ് ചെയ്യുന്നത് ഈ ലങ്സിലാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ ഇതിന്റെ ജീവനാഡി എന്ന് പറയുന്നത് ഈ ലെൻസാണ്. ഈ ബയോസ്ഫിയർ 2നെ കൺട്രോൾ ചെയ്യുന്നതും ഇതിന് ശ്വാസം കൊടുക്കുന്നതും നമ്മൾ ഈ കാണുന്ന ഈ ലെൻസാണ് കേട്ടോ. ഇത് പുറത്തുനിന്നാണ് ഓപ്പറേറ്റ് ചെയ്യണത് ചേട്ടാ? പുറത്തുള്ള ആൾക്കാരാണ് ഓപ്പറേറ്റ് ചെയ്യണത്? ഓട്ടോമാറ്റിക് ആയിട്ട് മോണിറ്റർ ചെയ്യാൻ ആൾക്കാരുണ്ട്. ഓക്കെ, ഈ 7 പേരുടെ ജീവിതം അല്ലെങ്കിൽ 8 പേരുടെ ജീവിതത്തിന് വേണ്ടിയിട്ട് ഇതിന്റെ ചുറ്റുപാടും അല്ലെങ്കിൽ ഇതിന്റെ ഒരു വേറൊരു എൻവയോൺമെന്റ് വേറെ വർക്ക് ചെയ്യണമെന്നാണ് ബിഹൈൻഡില്. അങ്ങനെ നമ്മളെ ലങ്സിന്റെ അകത്ത് കയറാണ്. എമ്മാരത്തെ മേക്കിങ് നമ്മള് വേറൊരു ഗ്രഹത്തിലേക്ക് പോയ പോലെ തോന്നുന്നുണ്ട് നിങ്ങൾക്ക്. ആ ലങ്സിലേക്ക് നമ്മൾ ശ്വാസകോശത്തിലേക്ക് ബയോസ്ഫിയറിന്റെ ശ്വാസകോശം തേടിയിട്ടുള്ള യാത്രയാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഭയങ്കര സംഭവമാണ് നമ്മളോട് കേൾക്കണം കേട്ടോ. ഇതിന്റെ ഉള്ളില് കുറെ തമാശ കഥകളുണ്ട് കേട്ടോ. അത് നമുക്ക് പതുക്കെ പറഞ്ഞുതരാം. ഈ ബയോസ്ഫിയറിന്റെ അകത്തേക്ക് 4 ആണിനെയും 4 പെണ്ണിനും കൂടി കയറ്റിയത്. അപ്പൊ ആദ്യത്തെ ലാപ്പ്. അപ്പൊ അതില് കുറച്ച് കുസൃതി കഥകളൊക്കെ ഉണ്ട്, അത് നമുക്ക് വഴിയെ പറയാം. എന്തായാലും നമ്മൾ ശ്വാസകോശം കാണട്ടെ. ശ്വാസകോശം ഇല്ലാണ്ട് ഒരു പരിപാടി ഇല്ലേ? ശ്വാസം ഉണ്ടായാലും ബാക്കി എല്ലാം ഉണ്ടാവണോ? അപ്പൊ ശ്വാസകോശം നമ്മൾ കാണടാ. The idea was you dig a tunnel from the biosphere to the geodesic dome, which we're in now, underneath the road. Inside here, there's a 16-ton aluminum disc up in the middle here with legs on it. You bolt that disc to the wall with another 4 tons of Hypalon rubber from the DuPont Company of America. American-made rubber. It's only 3/8 of an inch thick. Very strong, very durable, very, very expensive. This is what you can do with private money. They don't make this kind of rubber anymore. It doesn't wear out. That's a problem. You got to have stuff that wears out these days. And if you made tires out of this stuff, you'd have one set of tires your entire life. So very, very expensive rubber. There's probably wasn't a big call for it. But we bought 8 tons of it back in '87. 8 tons. It's only 3/8 of an inch thick.
The idea was, as the air warmed up upstairs there, it would come down the tunnel. It just came down. And once in this room, it would push against the disc and push it up in the air like it is now. That gave the air something to do besides blow the windows out. Come down the tunnel and push against this disc. And then at night, when it got cold in the biosphere, when they turned the temperature down, and when it got cold outside, the air in here would contract and the whole disc would come floating back down and set on the floor. And as it was coming down, it would push all the air in here back uphill to keep those windows from imploding from the suction. Worked beautifully. Mr. Dempster wasn't sure this was going to work or not. He put a fail-safe system in. He was afraid it might work too well. If it got hot enough, inside and outside, the disc might just keep rising and rising and rising and rising until it banged into the roof here, tore the rubber, did some damage to the disc, to the building. So to keep that from happening, he put the 3 chains in around the edges. Those chains are 45 feet long at their maximum length. Up at the top there, the white thing is a trip hammer. And above the trip hammer, there's some wire netting with a hole in it. And above that, there's a pane of glass. അപ്പോൾ ഈ ലങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മുടെ മനുഷ്യ ശരീരത്തുള്ള പോലെ തന്നെ ഒരു സ്പെഷ്യൽ പിന്നെ ഒരു 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 ബ്രീതിങ് ആപ്പറേറ്റസ് ആണ് ഈ ലങ്സ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ ബയോസ്ഫിയറിന്റെ ശ്വാസകോശം നമ്മൾ അപ്പുറത്ത് കാണുന്നത്. അതെ, ഈ ലങ്സിന്റെ മെയിൻ പ്രധാനമായിട്ടുള്ള ഫംഗ്ഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ബയോസ്ഫിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ അകത്തൊരു അറ്റ്മോസ്ഫിയർ ആണ്. ആ അറ്റ്മോസ്ഫിയറിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ലങ്സ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ ലങ്സ് എങ്ങനെ ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 14 ടണ്ണ് വലുപ്പമുള്ള അലൂമിനിയത്തിന്റെ ഒരു വലിയൊരു ഡിസ്ക്. ആ ഡിസ്ക് നമ്മളകത്ത് പോയപ്പോ കണ്ടു. അതിന്റെ അടിഭാഗത്ത് നമ്മൾ നിൽക്കണ ആ ഒരു സാധനം നമ്മൾ ആ ഡിസ്ക് കണക്ട് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് മെറ്റീരിയൽ 3.5 ഇഞ്ച് തിക്നെസ് മാത്രമുള്ള ഒരു സ്പെഷ്യൽ ഒരു ഫാബ്രിക്, റബ്ബർ പോലത്തെ ഫാബ്രിക്കലാണ് ആ ലങ്സ് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഉള്ളിൽ നമുക്ക് കാണാം. നിങ്ങൾ കാണേണ്ട ഒരു റാ പോലെ റബ്ബർ സെറ്റ് ചെയ്തിട്ട് അതിന്റെ നടുക്കില് നമ്മള് ഈ അലുമിനിയം ഞാത്തിട്ട പോലെ തോന്നല്. ഓക്കെ, ഈ കംപ്ലീറ്റ് ഈ എൻവയറമെന്റ് സീൽഡ് ആയിരിക്കുന്ന സമയത്ത് ഈ ഡിസ്ക് ഇങ്ങനെ ആകാശത്ത് ഇങ്ങനെ സസ്പെൻഡ് ചെയ്ത് കിടക്കും, പറന്നു നിൽക്കും. നമ്മൾ ഇതിന്റെ ഒരു ഡോർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഡിസ്ക് പയ്യെ താഴും. കാര്യം ഇതിനകത്ത് പ്രഷറിന് വേരിയേഷൻ ഉണ്ട്. പിന്നെ പുറമേ നിന്നുള്ള ഡോർ നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഈ ഡിസ്ക് പൊങ്ങും. കാര്യം ഇതിനകത്തോട്ട് എയർ പ്രഷർ കയറും. അപ്പൊ അതാണ് നമ്മുടെ ലങ്സ് ചെയ്യുന്ന പോലെ തന്നെ എക്സ്പാൻഡ് ചെയ്യുകയും കോൺട്രാക്ട് ചെയ്യുകയും ചെയ്തതാണ്. ആ സെയിം സിസ്റ്റമാണ് ഇവിടെയും ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ അത് നമുക്ക് വീഡിയോക്കകത്ത് കാണാൻ പറ്റും. ഞങ്ങള് അകത്തുനിന്ന് പുറത്തോട്ടിറങ്ങുമ്പോൾ അകത്തോട്ട് എയർ വരുന്നതും ആ പിന്നെ എയർ ടണലിനകത്തുനിന്ന് ഞങ്ങള് പുറത്തേക്ക് വന്നപ്പോൾ ഞങ്ങള് പുഷ് ചെയ്യായിരുന്നു എയർ അകത്ത്. അതിന്റെ ഉള്ളിൽ നിന്നുള്ള പ്രഷറാണ് നമ്മുടെ നാട്ടിലെ കൂട്ടഞ്ചെട്ട് കേസിനൊക്കെ തല്ലോട്ടുണ്ടാക്കുമ്പോഴല്ലേ ഇതൊക്കെ ചൊവ്വേല കളിട്ടാ. എന്താ അപ്പൊ നമ്മള് വേറെ ഗ്രഹത്തിൽ പോയിട്ട് നമ്മള് വെറുതെ നല്ലാണ്ട് ഒരു ചൊവ്വരിക്കുള്ള അഭ്യാസം കാണിക്കുന്ന. നമ്മൾ പിന്നെ ഈ ബയോസ്ഫിയറിന്റെ അടിഭാഗത്തേക്ക് നമ്മൾ പോയി. ആ വിശേഷങ്ങൾ പറയുന്നതോടൊപ്പം തന്നെ നമ്മൾ അകത്ത് കയറി പറയുമ്പോഴാണ് പഞ്ചുള്ളൂ. അപ്പൊ നമുക്ക് അതിന്റെ അകത്ത് കയറി പറയാം. അതില് ഓരോ ഡെസേർട്ടിനായാലും കടലിനായാലും അതിൻ്റെതായ സ്ട്രക്ചറൽ പവർ അവർ അടിഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് നമുക്ക് നേരിട്ട് കാണാം. എന്തായാലും നമ്മള് ശ്വാസവാസം കണ്ടു. ഈ ട്രിപ്പില് വേറൊരു ടൂറാണ്, ശ്വാസവാസത്തിലേക്ക് മാത്രമായിട്ടൊരു ടൂറാണ് നമ്മൾ എടുത്തത്. അപ്പൊ നമ്മൾ ഇനി കാണാൻ പോണത് ഒരു ഫോറസ്റ്റിന്റെ അകത്തേക്ക് നമ്മൾ പോണത്. ഇത് ഈ സാധനം നിർമ്മിച്ചിരിക്കണതേ ഇത്രയ്ക്കും റേറ്റ് അല്ലെങ്കിൽ അത്രയ്ക്കും നല്ല വില കൂടിയ ഗ്ലാസുകൾ കൊണ്ടാണെന്ന് പറയണതാണ്. ശരിക്കും അതിന്റെ അത്ഭുതകരമായ ഒരു ഇത്രയ്ക്കും ബില്യൺ ചെലവാക്കിയെന്ന് പറയണ്ട. ഇതിന്റെയൊക്കെ കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിന്തിക്കാൻ പോലും പറ്റില്ല ഈ പ്രഷറിനെ. എന്നിട്ട് ശാസ്ത്രജ്ഞന്മാർക്ക് പേടിയായിരുന്നു ലങ്സ് അവിടെ ഉണ്ടാക്കിയില്ലെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് എയർ പ്രഷർ ഡിഫറൻസ്. അരിസോണ എന്ന് പറയുന്നത് വളരെ ചൂടുള്ള ഒരു സ്ഥലമാണ്, അതുപോലെ തന്നെ തണുപ്പുള്ള സ്ഥലമാണ്. അപ്പൊ ആ ചൂട് വരുന്ന സമയത്ത് ഇതിനകം ചൂടാകുമ്പോൾ ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഈ ഗ്ലാസ് പൊട്ടുമെന്ന് ഇത്രക്കാനുള്ള സാധനം. അപ്പൊ അങ്ങനെ വന്നപ്പോഴാണ് ആ ഒരു ഇൻജീനിയേഴ്സ് ആയിട്ട് ഇതുണ്ടാക്കി. ഇത് ലോകത്തെ ആദ്യത്തെ ലങ്സും അവസാനത്തെ ലങ്സും ഇതാണ്. ഏറ്റവും വലിയ സ്ട്രക്ചറും ഗ്ലാസ് സ്ട്രക്ചറും. അതെ, ഏറ്റവും വലിയ ഗ്ലാസ് സ്ട്രക്ചറും. ആ എഞ്ചിനീയർ ഇപ്പോഴും ജീവിച്ചിട്ടുണ്ട്. 98 വയസ്സാണ് അദ്ദേഹം. അടുത്ത ഇടയ്ക്ക് ഇവിടെ വന്നിരുന്നു. അത് ഇത് ഒന്ന് കാണാനായിട്ട് അദ്ദേഹം ഇവിടെ വന്നിരുന്നതാണ്. ഒന്ന് ആലോചിക്കുക, അന്നത്തെ ബില്യണിയറിന്റെ ആ ഒരു ഔട്ട്പുട്ട് ഒന്ന് ആലോചിക്കുക. ബില്യണിയറിന്റെ മെയിൻ പണി എന്തായിരുന്നു?
പുള്ളി ബിസിനസ് ആയിരുന്നു. ഒരു ബില്യനയർ ആയതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇഷ്ടംപോലെ പണം ഇതിന് സ്പെൻഡ് ചെയ്യാൻ പറ്റിയത്. ഇതിന്റെ നിങ്ങൾക്ക് ഇവിടെ നോക്കി കാണാം, ഓരോ സ്ഥലത്തിലെ സ്ട്രക്ചറിൽ ഉപയോഗിച്ചിരിക്കുന്ന ഗ്ലാസ് ആയാലും ഇരുമ്പായാലും അന്നത്തെ കാലത്ത് ഏറ്റവും റേറ്റ് കൂടിയ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽസ് കൊണ്ട്, അല്ലെങ്കിൽ അന്നത്തെ മെറ്റീരിയൽസ് കൊണ്ട് ഇത് പണിത്. എന്തായാലും നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് കിടക്കാം. പറയുമ്പോൾ ഇതൊക്കെ പറയും വേണേ, എന്താല്ലേ. ഇനിയാണ് നിങ്ങളെ വേറൊരു ലോകത്തേക്ക് നമ്മൾ കൂട്ടി കൊണ്ടുപോകാനായിട്ട് പോകുന്നത്. ഹലോ. ബാഹ കാലിഫോർണിയ കോസ്റ്റൽ ഡെസേർട്ട്. ബാഹ കാലിഫോർണിയ കോസ്റ്റൽ ഡെസേർട്ട്. അപ്പോൾ ഒരു കോസ്റ്റൽ സൈഡിൽ കാണുന്ന ഒരു ഡെസേർട്ട് സൈഡാണ് നമ്മൾ കാണുന്നത്. ഈ ഒരു സൈഡാണ് നമ്മൾ കാണുന്നത്. നമ്മുടെ കോസ്റ്റൽ സൈഡിൽ കാണുന്ന പോലത്തെ കല്ലും മണ്ണും സംഭവങ്ങളൊക്കെ നമുക്ക് കാണാം. ആ കാറ്റടിക്കുന്ന നോക്കിയാൽ നാച്ചുറലായിട്ട് കാറ്റടിക്കുന്ന പോലെ ഇവിടെ നിന്ന് കാറ്റ് വരണേട്ടോ. സപ്പോർട്ട് ചെയ്യാനായിട്ട് വേണ്ട ഇൻഫ്രാസ്ട്രക്ചറും അതിന് വേണ്ട ഉപകരണങ്ങളൊക്കെ ഇതിന്റെ അടിയിലാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. ആ അടിഭാഗത്തൂടാണ് ഞങ്ങൾ നടന്ന് നമ്മൾ പോയത്. ആലോചിച്ച് നിങ്ങള് ഒരു വേൾഡാണ് നമ്മൾ കാണണട്ടാ. ഇത് ബാഹ ഡെസേർട്ട് കാലിഫോർണിയ കോസ്റ്റൽ ഫോക്ക് ഡെസേർട്ട് എന്നാണ് കറക്റ്റ് തന്നെ പറയണേട്ടാ. കോസ്റ്റൽ ഫോക്ക് ഡെസേർട്ട്. ഒരു കോസ്റ്റലിൽ നമ്മൾ എങ്ങനെ ഒരു ഡെസേർട്ട് കാണും, ഇതൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇവരെ ഇതിന്റെ അകത്തേക്ക് വിട്ടെന്നാണ് പറയണത് അല്ലേ. ഇതൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് വിട്ടത്. സെറ്റ് ചെയ്ത് ഇത് കംപ്ലീറ്റ് ഇതെല്ലാം സെറ്റ് ചെയ്തതിന് ശേഷമാണ് പിന്നീട് ഈ പ്ലാന്റ്സ് ഒക്കെ പിന്നീട് ഇവിടെ വളർന്നു വന്നാണ് ഈ എക്സ്പീരിയൻസ്. അപ്പൊ ഈ മണ്ണും അവിടുത്തെ മണ്ണും ഈ പറഞ്ഞ ഡെസേർട്ടിന്റെ മണ്ണാണ് ഇവിടേക്ക് കൊണ്ടുവന്നിട്ട്. ഡെസേർട്ടിന് കൊണ്ടുവന്ന മണ്ണ്, അത് കാരണം അവിടുത്തെ ചെടികളൊക്കെ ഇവിടെ വളരണം. ഡെസേർട്ടിൽ വളരുന്ന ചെടികൾ എല്ലാമാണ് ഇതിനകത്ത് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടോ. പൊന്നോ. ഇവിടെയൊക്കെ കുറെ എക്സോസ്റ്റുകൾ ഇതേപോലെ അവിടെ നിന്ന് വരുന്ന ശ്വാസകോശത്തിൽ നിന്ന് വരുന്ന എക്സോസ്റ്റുകൾ നമുക്ക് ഇവിടെ കാണാം കേട്ടോ. നമ്മൾ ആ ചെടികളുടെ ഉള്ളിൽ കൂടെ പോവാണ് കേട്ടോ. മുള്ളുണ്ടോ, നല്ല മുള്ളുള്ള ചെടികളാ. ശ്രദ്ധിച്ചില്ലെങ്കിൽ തല പോവും. അങ്ങനെയുണ്ട്. നല്ല ഇവിടെ കള്ളിമുൾ ചെടികളും സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കാക്ടസ് കാണാം നമുക്ക് ഇവിടെ. കാക്ടസ് ഇത് കണ്ടോ, ഡാർക്ക് ട്രീ ഒക്കെ ഇതിൻ്റെ ഉള്ളിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കട്ടോ. ഇപ്പൊ നമ്മളിപ്പോ നിൽക്കുന്ന ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പറഞ്ഞു നമ്മളൊരു ഡെസേർട്ട് ബാഹ ഡെസേർട്ട് കോസ്റ്റൽ ഏരിയന്ന് നമ്മൾ ഇനിയും ട്രോപ്പിക്കൽ ഏരിയയിലോട്ട് പോകുമ്പോൾ ഈ എർത്തൺ എൻവയറമെന്റിനകത്ത് ഒരു ട്രാൻസിഷൻ ഏരിയ ഉണ്ട്. അതുപോലത്തെ ഒരു ട്രാൻസിഷൻ ഉണ്ട്. അപ്പൊ ഇവിടെ കാണുന്ന മരങ്ങള് ബാഹ കോസ്റ്റൽ ഏരിയയിൽ അത് വളരുകയില്ല, എന്നാൽ ട്രോപ്പിക്കൽ ഏരിയയിലും ഇൻ ബിറ്റ്വീൻ ആയിട്ട് വളരുന്ന നല്ല കാലാവസ്ഥ അഡ്ജസ്റ്റ് ചെയ്ത് വളരുന്ന മരങ്ങളാണ് നമ്മൾ ഇവിടെ കാണുന്നത് അല്ലേ. അപ്പൊ അങ്ങനെ നമ്മള് നടന്ന് ഇങ്ങനെ പോവാട്ടോ. ഇതിങ്ങനെ നടക്കുമ്പോഴാണ് ഇതിന്റെ വലിപ്പം നമുക്ക് ഫീൽ ചെയ്യാൻ. നോക്കിയാ ആ മരങ്ങളൊക്കെ ആ ഗ്ലാസ്സിൽ തല്ലി നിക്കട്ടോ അവിടെ. പപ്പായ നോക്കിയാ അത് കലക്കിട്ടോ. പപ്പായ ഉണ്ടായി തുടങ്ങിയിട്ടല്ലോ. ഇങ്ങനെ അവർ പൊട്ടിച്ച് തിന്നുകൊണ്ടിടാ. അങ്ങനത്തെ കേസാ. ഒരു ഹാർവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞു വേണ്ട. ഹാർവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അവര് പപ്പായ ഉണ്ടായി നിൽക്കണത്. അതിന് മുകളിൽ പുളിമരാന്നുകൊണ്ട് ഉണ്ടായി നിൽക്കണട്ടാ. എല്ലാവരും മണമൊന്നും ഇല്ലാട്ടോ. ഒരു സ്പെഷ്യൽ സംഭവങ്ങളൊക്കെ നമ്മൾ കാണുന്നത് കേട്ടോ. നോക്കി നിങ്ങൾ ഇതിലെന്തൊരു മണം വരുന്നുണ്ടല്ലോ. ചെറി, ബാർബഡോസ് ചെറി. ബാർബഡോസ് ചെറി. ഇതിനെപ്പറ്റി നിങ്ങൾക്ക് മലയാളത്തിൽ വല്ല ചെറിക്ക് പകരം അല്ലെങ്കിൽ ബാർബഡോസ് ചെറിക്ക് നമ്മുടെ നാട്ടിൽ കാണാൻ എന്തെങ്കിലും പേരുണ്ടെങ്കിൽ പറഞ്ഞോളൂ. നോക്കിയാൽ ഈ മരങ്ങളിലൊക്കെ വലുപ്പം നോക്കി നിങ്ങൾ. അപ്പോൾ നമ്മുടെ അടുത്ത് വന്നിരിക്കുന്നത് മാംഗ്രോവിലാണ്. മാംഗ്രോവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ പറയും തണ്ടൽക്കാട്. കണ്ടൽക്കാട്. ഈ തണ്ടൽക്കാടിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെയുള്ള പിന്നെ മരങ്ങൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഉപ്പ് രസം ഉണ്ടെങ്കിലും സർവൈവ് ചെയ്യുന്ന നമ്മുടെ നാട്ടിലെ കായലിന്റെ അടുത്തുള്ള കായൽ ഒക്കെ അങ്ങനെയുള്ളത്. അപ്പൊ അതുപോലത്തെ മരങ്ങൾ വെച്ച് പിടിപ്പിച്ചിരിക്കുന്ന ഒരു ഏരിയയാണ്. ആർട്ടിഫിഷ്യൽ ഏരിയ ആണ്. ഈ മരങ്ങളൊന്നും ആർട്ടിഫിഷ്യൽ അല്ല, അതൊക്കെ ഒറിജിനലാണ്. ഇത് ആർട്ടിഫിഷ്യലായിട്ട് മേക്ക് ചെയ്തെന്ന് മാത്രം. അവിടുത്തെ ഓരോ എല്ലാം ഒറിജിനലും. അതെ 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 അതെ. ചെടികളൊക്കെ ഒരു ഒറിജിനാലിറ്റി നോക്കിയേ. അങ്ങനെ ശരിക്കുള്ള പാറൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് ഇവിടെ അതിനു വേണ്ടി കോസ്റ്റലായിട്ടുള്ള സ്ഥലം പാറൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളതാണ്. അത് തന്നെയാന്ന് തോന്നുന്നുണ്ടാ. ഒരു പണിയെടുത്ത പാറ റേഞ്ചിലൊക്കെ പണിയെടുത്തിട്ടുണ്ട് തോന്നുന്നുണ്ട്. കണ്ടോ ഒറിജിനൽ പാറ എന്നതൊക്കെ വേണ്ട.
ഇതൊക്കെ നമുക്കിപ്പോൾ ഇതൊക്കെ ഒറിജിനൽ പാറയാട്ടാണ്ടാ. ഇതൊക്കെ ഇവിടെ ഉള്ളതിനെ സെറ്റ് ചെയ്താണെന്നൊക്കെ നമുക്ക് കണ്ടറിയേണ്ടി വരും. അതെ അതെ, നമ്മളിത് ലോവർ സവാനയിലേക്ക് എത്തി. പപ്പായ നമ്മുടെ നാട്ടിലത്തെ അതേ മണ്ണും ചെളിയൊക്കെ നമ്മുടെ നാട്ടിലത്തെ പോലെ തന്നെ ഓരോ ട്രോപ്പിക്കൽ അല്ലെങ്കിൽ ഓരോ കാലാവസ്ഥ അവരിവിടെ കാലാവസ്ഥയിൽ ഉണ്ടാവുന്ന ഓരോ ഏരിയകളിവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കട്ടാ. ഈ ലോവർ സവാനാണ് നമ്മുടെ നാട്ടിലുള്ളത് അല്ലേ? കൂടുതലും നമ്മുടെ നാട്ടിൽ വളരുന്ന അതെ അതെ പിന്നെ മരങ്ങളാണ് നമ്മളിവിടെ കാണുന്നത്. എന്തായാലും പപ്പായൊക്കെ ഉണ്ടാക്കിയ പൂത്തിന്റെ പക്ഷെ ഉണ്ടായത് അവരെടുത്ത് പൊട്ടിക്കണ്ടാവും. ഉണ്ടായത് കണ്ട ഉണ്ടായത് കണ്ടു അതെ കണ്ട പപ്പായ ഉണ്ടായത് കണ്ട് എല്ലാ ചെമ്പകം പോലത്തെ സാധനങ്ങൾ നല്ല മണം വരിട്ട് തുടങ്ങും. ഇതിന്റെ ഒക്കെ പേരുകൾ നിങ്ങൾക്ക് അറിയുന്ന ചെടിയിൽ കമന്റ് ചെയ്തോ. നമുക്കൊരു യാതൊരു ഐഡിയ ഇല്ലാത്തൊരു പരിപാടി ആയിട്ടതൊക്കെ. നമ്മുടെ നാട്ടിലുണ്ടാവണ ചെടികളൊക്കെയാണ് നമ്മൾ ഇനി ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇതിങ്ങനെയൊക്കെ നോക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ ഇതൊരു കുറ്റിക്കാടിനുള്ളിൽ കയറി പോയ പോലെ. പക്ഷെ ഇതിന് മുകളിലേക്ക് ഇങ്ങനെ നോക്കുമ്പോഴാണ് ഇതിന്റെ മേക്കിങ്ങിന്റെ ഒരു പവർ നമ്മൾ മനസ്സിലാവണടാ. ഈ ചെടികൾക്കുള്ള വെള്ളമൊക്കെ അവിടെ നിന്ന് സ്പ്രേ ചെയ്യണമെന്നുണ്ട് മുകളിൽ നിന്ന് മഴ വീണ പോലെ. ഈ മരമൊക്കെ ഉണ്ടായത് ശരിക്കും ഉണ്ടാക്കിയിട്ടുള്ള ചേട്ടാ. നോക്കിയത് കണ്ട ശരിക്കുള്ള മരം തന്നെ ചേട്ടത്. ഇതൊരു വെട്ടിക്കളഞ്ഞിട്ടുണ്ട്, ഒരു സൈഡിലെത്തി ഇപ്പൊ വെട്ടിക്കളഞ്ഞിട്ടാ. ആൾക്കാർക്ക് നടക്കാൻ പറ്റാണ്ടായിരിക്കും ഇപ്പോഴും. ഇവിടെ നമുക്ക് കടല് കാണാം. കടല് കേട്ടാ. കടല് സെറ്റ് ചെയ്തിരിക്കുന്ന നോക്കിയാൽ കല്ലൊക്കെ അപ്പോൾ അവര് കൊണ്ടുണ്ടാവും അല്ലേ? കല്ലൊക്കെ അതേപോലെ സെറ്റ് ആയിരിക്കട്ടാ. കടല് സെറ്റ് ചെയ്തിരിക്കുക. ആ ഉപ്പിന്റെ മണം നമുക്ക് വരുന്ന ചെറുതായിട്ട് മണം വരുന്നില്ലേ ഇല്ലേ? കടലിൽ വരുമ്പോൾ നിൽക്കുമ്പോൾ നമ്മളൊരു ഉപ്പ് കാറ്റിന്റെ ഒക്കെ ഒരു സ്മെല്ലില്ലേ, ആ സ്മെല്ല് ഇവിടെ വരുമ്പോൾ കേട്ടാ. അപ്പോൾ ഇതാണ് ഇവിടെ ആർട്ടിഫിഷ്യൽ റീഫ്. ആ കാണുന്നതാണ് ആർട്ടിഫിഷ്യൽ റീഫ്. ആർട്ടിഫിഷ്യൽ അല്ല, ശരിക്കും അത് ഒറിജിനൽ റീഫാണ്. ഇത് സോൾട്ട് വാട്ടർ ആണ്. ആ സോൾട്ട് അതിന്റെ ഇത് അവർക്ക് ബാലൻസ് ചെയ്താണ്. ബാലൻസ് ചെയ്ത് നിർത്തുന്നത്. വെള്ളം അത് റീസൈക്കിൾ എന്താ ഇങ്ങനെ നോക്കുമ്പോ നമ്മൾ ഏതൊരു ക്ലിഫിന്റെ സൈഡിൽ കൂടെ നടന്നു പോണ കടൽ കണ്ട് നടക്കണ പോലെ തോന്നൂട്ടാ. പക്ഷെ ഇങ്ങനെ കാണുമ്പോ കളി മാറി. ഈ മരം നമ്മുടെ വേദോത്സവത്തിനകത്ത് പറഞ്ഞിട്ടുണ്ട്, സമാഗമന കൂടാരം ഉണ്ടാക്കിയ ഒരു മരം, അതായത് കോടവൃക്ഷം എന്ന് പറയും. മരുഭൂമിയിലെ കോടവൃക്ഷം എന്ന് പറയും. അത് കാറ്റടിക്കുമ്പോ അങ്ങോട്ട് പോകും, കാറ്റടിക്കുമ്പോ ഇങ്ങോട്ട് പോകും. നല്ല ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഈ ഒരു മരത്തിന്റെ പേരാണ് ഈജിപ്ഷ്യൻ തോൺ. തെറ്റില്ല, വഴി തെറ്റില്ല. ഇപ്പൊ നമുക്ക് ഇതിന്റെ ഈ തടി കണ്ടാൽ തന്നെ അറിയാം അതിങ്ങനെ വിണ്ട് കീറിയിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വളരെ ഫ്ലെക്സിബിൾ ആണ്. അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങുമ്പോഴാണ് അതിന്റെ തൊലി ഇങ്ങനെ നോർത്ത് ആഫ്രിക്കയിൽ ഉണ്ടാവണ മരം നമ്മൾ അവരിവിടെ റീസെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അന്നത്തെ കണ്ടുപിടുത്തങ്ങളും അല്ലെങ്കിൽ അവർ ഇതിനു വേണ്ടി എന്തോരം എക്സ്പേർട്ട് എടുത്ത് നമുക്കൊരു ചെറിയൊരു ഐഡിയ നമുക്കിപ്പോൾ കിട്ടുന്നുണ്ട് അവിടെ. ഇത് നമ്മൾ ടി വിയിലോ അല്ലെങ്കിൽ ഫോണിൽ കാണുമ്പോൾ ഇതിന്റെ വലിപ്പം നമുക്ക് ഫീൽ ചെയ്യില്ല കേട്ടോ. പക്ഷെ നമ്മളിവിടെ നടക്കുമ്പോൾ ഇവിടെ നിന്ന് ഒരു മിനിമം ഒരു 20 മീറ്റർ 25 മീറ്റർ ഉണ്ട് അങ്ങോട്ട് എത്താനിങ്ങനെ. നിങ്ങളൊന്ന് ആലോചിക്കുക അതിന്റെ വലിപ്പം, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയൊക്കെ. അത്ഭുതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോഴും പറയണു, ഒരു മാൻമെയ്ഡ് നമ്മൾ ലോകാത്ഭുതങ്ങളൊക്കെ ഉണ്ടല്ലോ, ലോകാത്ഭുതത്തിന്റെ ലിസ്റ്റില് ഈ സംഭവത്തിനെ കൊണ്ടുവരണം. ശരിക്കും പറഞ്ഞാൽ അമ്മാരത്തെ കൺസ്ട്രക്ഷനാ, ചിന്തിക്കാൻ പറ്റില്ല. നമ്മുടെ 7 വണ്ടേഴ്സിലില്ലേ ഇതിനൊക്കെ ഒരു 8, 9, 10 സ്ഥാനം തന്നെ കൊടുക്കണ്ട. അമ്മാരി മാൻമെയ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ മത്സ്യനിർമ്മിതികളൊന്നും തന്നെയാണ് ഈ ബയോസ്ഫിയർ എന്ന് ഞാൻ പറയട്ടോ. എനിക്ക് എൻ്റെ ഒരു ഇത്രയും നാൾ യാത്ര ചെയ്തിട്ട് എനിക്ക് എൻ്റെ ഒരു ഫീലിംഗ് അല്ലേ, ഒരു അത്ഭുതം തന്നെയാണത്. അതെ. അപ്പൊ ഈ ഒരു ബയോസ്ഫിയറിന്റെ വേറൊരു വലിയ അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ സ്റ്റുഡൻസ്, അതായത് ഈ പിന്നെ യൂണിവേഴ്സിറ്റിയിലൊക്കെ പഠിക്കുന്ന സ്റ്റുഡൻസിന് ഈ പല പിന്നെ നാച്ചുറലായിട്ട് പല എൻവയോൺമെന്റ്സ് അവർക്ക് സ്റ്റഡി ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് ആ രാജ്യങ്ങളിലൊന്നും പോകേണ്ട കാര്യം ഇവിടെ വന്നിട്ട് അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് സ്റ്റഡി അവർക്ക് നടത്താൻ. കാര്യം ഇത് ആർട്ടിഫിഷ്യലി ആ രീതിയിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ഈ നിൽക്കുന്ന ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് കോൾഡ് ദ സവാന ഏരിയ. സവാന ഏരിയ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആഫ്രിക്കയിലൊക്കെ പോയി കഴിയുമ്പോഴാണ് ഇതുപോലത്തെ കാണുന്നത്. നമ്മുടെ ഇന്ത്യയിലാണെങ്കിൽ നമുക്ക് നോർത്തിലോട്ട് പോയി കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരു സവാന ഏരിയ കാണാനായിട്ട് പറ്റില്ല. അപ്പോൾ ഇത് കൂടുതലും തഴച്ച് വളരുന്ന ആ ഒരു പർട്ടിക്കുലർ അറ്റ്മോസ്ഫിയറിക് കണ്ടീഷനിലായിരിക്കും അത് വളരുന്നത്. അപ്പോൾ അത് ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ഈ ഒരു അറയുണ്ടോ, ഈ ഗ്ലാസിന്റെ ഈ അറയുണ്ടോ, ഇതെടുത്ത് നോക്കിയാൽ ഇത് കണ്ടില്ലേ ഒരുമാതിരി ഒരു സ്പേസ് ലുക്കില്ലേ, ലുക്കില്ലേ. അന്യഗ്രഹങ്ങള് കോളനൈസ് ചെയ്യാൻ മുമ്പുള്ള അഭ്യാസങ്ങളാ. അയ്യോ കഴിഞ്ഞിട്ടില്ല, തുടങ്ങണല്ലോ. അതായത് കണ്ട റെയിൻ ഫോറസ്റ്റ്, ആമസോൺ റെയിൻ ഫോറസ്റ്റിലേക്ക് നമ്മൾ കിടക്കണം കേട്ടാ. എന്തെന്നിപ്പോ ഇതിനൊക്കെ പറയ ചൂടായി സെക്ടർ കൊണ്ടുവരാറായി.
എന്റെ പൊന്നോ, ഇതിന് അത്ഭുതം എന്നല്ലാണ്ട് എന്തൊരു ഇപ്പൊ പറയാലോ, അതിന് എന്തൊക്കെ ഉണ്ടായിരുന്നല്ലേ. നമ്മൾ ആമസോൺ റെയിൻ ഫോറസ്റ്റിലാണ്. അതെ 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 അതെ. ആമസോൺ റെയിൻ ഫോറസ്റ്റിൽ പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങോട്ട് വന്നാ മതി. ആ ചൂട് വന്നൂടെ, ആരിസോണയില് ആമസോൺ റെയിൻ ഫോറസ്റ്റ്. അതെ, ആ ചൂട് കിട്ടിട്ടോ. ഹ്യൂമിഡിറ്റി നമ്മുടെ നാട്ടിലത്തെ കാലാവസ്ഥയിലേക്ക് നമ്മൾ പെട്ടെന്ന് ചേഞ്ച് ആയിട്ടാ തണുപ്പ്. ഇതിന്റെ ഉള്ളിൽ നിന്ന് വരുമ്പോ നമുക്ക് നീരിച്ച വന്നോണ്ടാ തണുപ്പ്, ചൂട്, ട്രോപ്പിക്കൽ കാലാവസ്ഥ എല്ലാ സാധനവും ഒരുമിച്ച് വന്നിട്ടേ എയിമുണ്ട്. നോക്കിയാ ഒക്കെ പടർന്ന് പന്തലിച്ച് നിൽക്കണ. നോക്കിയാൽ മോൾ ഭാഗത്തേക്ക് ആ ഗ്ലാസ് കാണാല്ലേ, മോൾ ഭാഗത്തേക്ക് നമുക്ക് ഇവിടെ കാണാല്ലേട്ടാ. ഫുള്ള് മരങ്ങളൊന്നിങ്ങനെ നിറഞ്ഞു നിൽക്കട്ടാ, വള്ളിച്ചെടികളും. അത്ഭുതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിതിനൊരു ഒരു വണ്ടർ എന്നുള്ള മാർക്ക് ഞാൻ കൊടുത്തുട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അതിൻ്റെ അടിയിൽ കമന്റ് ചെയ്തോളൂ. ഇതൊരു വണ്ടർ തന്നെയാണ്. ഇതിപ്പോൾ എനിക്ക് നേരിട്ട് കണ്ടപ്പോൾ തോന്നിയതാണെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. നിങ്ങൾ ഫോണിലും അല്ലെങ്കിൽ ടി വിയിൽ കാണുമ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല. പക്ഷേ ഇത് ഇത്രയും നമ്മൾ ഇതിനുള്ളിൽ കറങ്ങിയപ്പോൾ എനിക്ക് തോന്നിയതില്ല. ഇതൊരു മാൻമെയ്ഡ് വണ്ടർ തന്നെയാണ്, ചിന്തിക്കാൻ പറ്റാത്തൊരു വണ്ടർ. ആലോചിച്ച് നോക്കി നിങ്ങൾ എമ്മാരി അവര് മുന്നോട്ട് കണ്ടിട്ട് പണത്തെ സാധനം നോക്കി നോക്കിയാ. ഇതിപ്പോ ഇവിടുത്തെ കുട്ടികളായാലും ശരി, ലോകമെമ്പാടുള്ള കുറെ യൂണിവേഴ്സിറ്റികളിൽ നിന്ന് ആൾക്കാർ അല്ലെങ്കിൽ കുട്ടികൾ ഇവിടെ വന്ന് ഇതിനെ പറ്റി റിസർച്ച് നടത്താം. ഒരു കുടക്കീഴില് എല്ലാ സംഭവങ്ങളും. അമേസിംഗ് അപ്പാപ്പൻ. നിങ്ങളെ കൊണ്ട് ഇവിടെ വന്ന് കാണാൻ ഇത് പറ്റുന്നുണ്ടെങ്കിൽ ഇത് എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു സംഭവമാണ്. ഞാനെന്ന സംബന്ധിച്ചോളം എനിക്ക് ഇതൊക്കെ ഒന്ന് കാണിക്കാനുള്ള ഒരു ഭാഗ്യം കിട്ടില്ല നിങ്ങളൊക്കെ. അത് മാത്രം ഞാനിപ്പോ അഭിമാനിച്ചുകൊണ്ടിരിക്കട്ടോ. ഒരു രക്ഷയില്ല, വേറെ ലെവല്. ഞാൻ മോളൊക്കെ ഉണ്ടായി നോക്കിയാ. മോള നമ്മളിത് ആമസോണിൽ കണ്ടിട്ടുള്ള ചെടികളൊക്കെ നമുക്ക് ഇവിടെ ഓരോന്നോരോന്നായിട്ട് കാണാം. നമ്മൾ ആമസോണിൽ കാണുന്ന ആ ചെടിയുടെ ഇല ഇത് കണ്ടോ, അതൊക്കെ ഒറിജിനൽ ആട്ടാ, പ്ലാസ്റ്റിക് ഒന്നും അല്ലട്ടാ. ഇതിന്റെ അകത്തേക്ക് വേറെ പ്രവേശനം നമ്മളാണ്. എക്സിറ്റ് അടിക്കണം. നമ്മൾ ജസ്റ്റ് കയറി അപ്പൊ തന്നെ എക്സിറ്റ് പറയണവര്. അങ്ങനെ നമ്മളെ ആമസോണിൽ വന്നപ്പോഴേ ഞാൻ നോക്കിയാ മലബാർ ചെസ്റ്റ്നട്ട് നിങ്ങൾക്ക് വന്നിട്ട് ഒരു പഴ എന്തൊരു സാധനം എനിക്കറിയാം. പക്ഷെ അറിയുന്ന ആൾക്കാർ കമന്റ് ചെയ്തോട്ടാ. മലബാർ എന്ന് കേട്ടപ്പോ നമുക്കൊരു സമാധാനം കേട്ടാ. അങ്ങ് അമേരിക്കയിൽ നമ്മുടെ പവർ കൂടി ഉണ്ടെന്ന് മനസ്സിലായില്ലേ നമുക്ക്. ഇതിനെന്താ പറയാ, മലബാർ ചെസ്റ്റ്നട്ട്. അപ്പൊ മലബാർ ചെസ്റ്റ്നറ്റ് പറ്റി നിങ്ങൾക്ക് അറിയാന്ന് വെച്ച് കഴിഞ്ഞാൽ അടിയിൽ കമന്റ് ചെയ്തോളോ. അങ്ങനെ നമ്മൾ ആ ട്രോപ്പിക്കൽ ആമസോൺ ഫോറസ്റ്റിൽ നിന്ന്, റെയിൻ ഫോറസ്റ്റിൽ നിന്ന് നമ്മളിത് പതുക്കെ പുറത്തേക്ക് ഇറങ്ങാട്ടാ. എന്തോരം അത്ഭുതങ്ങളാണ് നമ്മളെ തേടി ലോകത്തിരിക്കണേന്ന് പറഞ്ഞതിന്റെ വലിയൊരു തെളിവാട്ടാ. ഒന്ന് കഴിഞ്ഞപ്പോ നമ്മൾ വിചാരിക്കും കഴിയണമെന്നില്ല, തുടങ്ങിയിട്ടില്ല കേട്ടോ. അത്ഭുതങ്ങൾ തേടിയിട്ടുള്ള യാത്ര തുടങ്ങിയിട്ടില്ലോ. നമുക്ക് ലുക്ക് പവറല്ലേ, വാഴ ഉണ്ടായി നിൽക്കണ, ഫുൾ വാഴ ഉണ്ടായി നിൽക്കട്ടാ. ഇതിന് നമ്മൾ പറഞ്ഞ ഇത് പഠിക്കാൻ വരുന്ന ഇവിടെ സ്റ്റുഡൻസാ, കോൺഫറൻസിന് വരുന്ന കുട്ടികൾ പഠിക്കാനായിട്ട് എന്റെ അകത്തേക്ക് കയറി പോകണം കേട്ടോ. വാഴ കൊലച്ച് നിക്കണ്ട്. അയ്യോ അത് കണ്ടില്ല, കൊലച്ച് നിക്ക. അത് കലക്കിട്ടാ കായ കൊലച്ചിക്കണ നോക്കിയ വാഴയുടെ ഹൈറ്റ് കണ്ട നിങ്ങൾ നോക്കിയേ. നമ്മുടെ നാട്ടിലുണ്ടാവില്ല കേട്ടോ ഇമ്മാരത്തെ ഹൈറ്റുള്ള വാഴ. എനിക്ക് വന്നിട്ട് ആമസോണിൽ നിന്ന് കൊണ്ടിട്ടുള്ള മണ്ണാന്ന് തോന്നിട്ടാ. നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് പുറത്തേക്ക് നോക്കി കഴിഞ്ഞാൽ ഡെസേർട്ടിന്റെ ഉള്ളില് ആമസോൺ റെയിൻ ഫോറസ്റ്റ്. ചിന്തിക്കാൻ പറ്റുമെന്ന് നമ്മൾ ചോദിക്കുന്നത് വെറുതെ ഒന്നല്ലട്ടാ. ഇതൊരു സ്പെഷ്യൽ ടൂറാണ്. ഇതിവിടെ പഠിക്കാൻ വരുന്ന പിള്ളേരുടെ യൂണിവേഴ്സിറ്റിയുടെ ഒരു സ്പെഷ്യൽ ടൂറാണ്. അപ്പൊ അവരിവിടെ ഈ റെയിൻ ഫോറസ്റ്റ് റിസർച്ച് നടത്താനായിട്ട് അവർക്കൊരു സ്പെഷ്യൽ ടൂറാണ് അതിന്റെ അകത്തൂടെ കൊടുക്കുന്നത്. എന്താ അത്ഭുതം എന്നല്ലാണ്ട് വേറെ ഒന്നും പറയാല്ലേ. ട്രോപ്പിക്കൽ കാലാവസ്ഥയിൽ നേരെ നമ്മള് കടക്കണം. ഇവിടെ വന്നപ്പോ തണുപ്പായിട്ടാ. നോക്കിയ നിങ്ങള് ഇതിന് മേലെ സാധനം ഞാൻ ഇങ്ങനെ കാണിച്ച ഇതിന്റെ അകത്തെ കാഴ്ചകളല്ലേ. അപാരമാണ് കേട്ടോ. ഇങ്ങനെ ഒരു മഹാസംഭവം ഈ ആരിസോണ ഡെസേർട്ടിന് നടുക്കുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും വിശ്വസിക്കുകയില്ല. പക്ഷെങ്കിൽ ഗൈസ്, ദിസ് ഈസ് റിയലി അമേസിങ്. ഇത് നമ്മളെങ്ങും പറക്കാതെ നമുക്ക് എല്ലാം കാണാനായിട്ടൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഇത് ആരിസോണയിലെ ഓറക്കിൾ എന്ന് പറയുന്ന ഒരു ചെറിയൊരു ഗ്രാമത്തിലാണ്, കാറ്റലിന മൗണ്ടൻസിന്റെ കീഴിലുള്ള ഒരു ചെറിയ ഉള്ളിൽ കൂടെ യാത്ര ചെയ്തുകൊണ്ട് ഇവിടെ എത്താൻ. അങ്ങനെ ആ വേൾഡിൽ നമ്മളിത് പുറത്തേക്ക് ഇറങ്ങിട്ടാ. ഈ സംഭവം സംഭവിക്കുന്നത് 1991 ഈ ഇതിന്റെ അകത്തേക്ക് കയറണ 4 ആണുങ്ങളും 4 പെണ്ണുങ്ങളും 2 വർഷക്കാലാണ് ഇതിന്റെ അകത്ത് ജീവിച്ചത്. ഇവരുദ്ദേശിച്ചത് 10 വർഷമാണ്. പക്ഷെ 2 വർഷമൊക്കെ ജീവിക്കാൻ പറ്റുള്ളൂ അതിൻ്റെ ഉള്ളിൽ. അതെ, 2 വർഷം മാത്രമേ ഇവർക്ക് അതിൻ്റെ അകത്ത് സ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അത് ഇവരെ എല്ലാം സെറ്റ് ചെയ്തെങ്കിലും ഈ മനുഷ്യരുടെ സ്വഭാവം സെറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. സൈക്കോളജിക്കലി ഒന്നും പറ്റില്ലല്ലോ. 4 സ്ത്രീകളും 4 പുരുഷന്മാരുമാണ്. 2 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് ഏകദേശം ഒക്കെ തല്ലുകൂടി പിരിയുന്ന അവസ്ഥയായി. ഒരു കാര്യം ഇതിൽ നിന്നും സംഭവിച്ചു. അതെന്താണെന്ന് ചോദിച്ചാല്
കപ്പിൾസ് ആയിട്ടാണ് ഇതിനകത്തുനിന്ന് അവര് ഇറങ്ങിയത്. കേറുമ്പോ 4 പേര് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കല്യാണം കഴിച്ചു. കേറുമ്പോ 8 പേരും 8 പ്രൊഫഷണൽ ആയിരുന്നു. ഒന്ന് ബയോ കെമിസ്ട്രി, ഒന്ന് ഫിസിക്കൽ കെമിസ്ട്രി എന്നൊക്കെ പറഞ്ഞ പോലെ അങ്ങനെ 8 പേര് 8 പ്രൊഫഷണൽ ആയിരുന്നു. പക്ഷെ ഇതിന്റെ അകത്തുനിന്ന് പുറത്തേക്ക് ഇറങ്ങപ്പോ ഇവര് 2 കപ്പിൾസായി, 4 പേര് ഒന്നിച്ചു. പക്ഷെ ഇവര് ഇതിന്റെ ഉള്ളിൽ ഈ ടൂറിന്റെ ഇടയ്ക്ക് പറയണത് അതിന്റെ ഉള്ളിലത്തെ കമ്പി ഉണ്ടല്ലോ, അതിന്റെ ഉള്ളിലത്തെ കമ്പി പോലെ ആയിരുന്നു പറയണത്. അപ്പൊ ഇനിയിപ്പോ അതിന്റെ ഡീറ്റെയിൽസ് പറയേണ്ട ആവശ്യമില്ല. അപ്പൊ അങ്ങനെ നമ്മുടെ മനുഷ്യന്മാരുടെ ഈഗോയും അല്ലെങ്കിൽ നമ്മുടെ സ്വഭാവം അല്ലെങ്കിൽ നമ്മുടെ ഒരു സൈക്കോളജിക്കൽ മൂവ്മെന്റ് കാരണമാണ് 2 കൊല്ലം കൊണ്ട് അത് ബ്രേക്ക് ഔട്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെയും രണ്ടാമത് ഇവർ ഈ എക്സ്പെരിമെന്റ് റിപ്പീറ്റ് ചെയ്യാനായിട്ട് നോക്കിയ സമയത്ത് ഇവര് ചില നിയമങ്ങൾ വെച്ചിട്ട് ആ നിയമങ്ങൾ എഗ്രി ചെയ്യുകയാണെങ്കിൽ മാത്രമേ ഇതിന്റെ അകത്ത് പ്രവേശിക്കാനായിട്ട് പാടുള്ളൂ എന്ന് പറഞ്ഞ് ചില നിയമങ്ങളൊക്കെ വെച്ചു. അപ്പൊ ആദ്യത്തെ എക്സ്പെരിമെന്റ് 2 വർഷം മാത്രമേ നിലനിന്നുള്ളൂ. അപ്പൊ ഈ രണ്ടാമത്തെ എക്സ്പെരിമെന്റ് എത്ര നാൾ നിലനിൽക്കുമായിരിക്കും? അതെ, എത്ര നാൾ ഇതൊക്കെ പഠിച്ചിട്ട് ഇതിന്റെ പ്രശ്നങ്ങളൊക്കെ പഠിച്ചിട്ട് കയറിയപ്പോ എത്ര നാൾ നിലനിൽക്കുമായിരിക്കും? വെറും 6 മാസം മാത്രമേ അത് നിലനിന്നുള്ളൂ. ആ 6 മാസത്തിനുള്ളിൽ എല്ലാവരും അടിച്ച് പിരിഞ്ചാച്ച് ഇല്ലാതായി അവസാനം ഇത് ക്ലോസ് ചെയ്തു. ആദ്യത്തെ റെസ്ട്രിക്ഷൻ ഒന്നും ഇല്ലാത്ത കാരണം അവര് 2 കൊല്ലം വരെ പിടിച്ചിരുന്നു. പിന്നെ റെസ്ട്രിക്ഷൻ വന്നു. ഇത് തമാശക്ക് പറഞ്ഞാലും റിയൽ ആണ് സംഭവം ഉണ്ടായിക്കണടാ. അപ്പോ ഇതിനുള്ളിൽ ഇതൊക്കെ നമ്മൾ തമാശ പറഞ്ഞെങ്കിലും നിങ്ങളൊന്ന് ആലോചിക്കുക, എത്രയോ മില്യൺസ് ചെലവാക്കിയിട്ട് ഇങ്ങനത്തെ ഒരു സംഭവം പണിതിട്ട് അന്നത്തെ ആ മില്യനിയറിന്റെ ഫോട്ടോ നമ്മളിവിടെ വലുതാക്കി കാണിക്കണം. അതെ. പക്ഷെ ഇതിനകത്ത് എൻഡ് ഓഫ് ദി ഡേ നമ്മൾ മനസ്സിലാക്കേണ്ട വലിയൊരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രകൃതിയെ നമ്മൾ സ്നേഹിക്കണം. മനുഷ്യനെ നമ്മൾ അവിടെ കൊണ്ട് നിർത്തിയിട്ട് പിന്നെ മനുഷ്യനാണെങ്കിൽ അടിച്ചു പിരിഞ്ഞു പോകുന്നു. പക്ഷെങ്കിൽ ആ മനുഷ്യൻ അടിച്ചു പിരിഞ്ഞു പോകുന്നതിന് ശേഷവും ഇന്നും ആ ഒരു ക്ലോസ്ഡ് എൻവയറമെന്റിന്റെ അകത്ത് ആ പ്രകൃതി പല തട്ടിലായിട്ട് തഴച്ചു വളരുന്നുണ്ടെന്നുള്ളതാണ് അതിന്റെ ഒരു മെയിനായിട്ടുള്ള ഒരു പോയിന്റ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതായത് പ്രകൃതിയെ നമ്മൾ സ്നേഹിക്കണം. അപ്പൊ നമ്മുടെ പ്രകൃതി തന്ന അടുത്ത ഒരു വണ്ടർ, പ്രകൃതിയിൽ ഉണ്ടാവുന്ന മനുഷ്യന്മാരെ നിർമ്മിച്ച അടുത്തൊരു വണ്ടർ കണ്ടുകൊണ്ട് ടീം ട്രാവലിസ്റ്റ വീണ്ടും അരിസോണ ഫീനിക്സിലേക്ക് യാത്ര തിരിക്കുന്നു. നമ്മുടെ കപ്പിത്താനും കൂടിയുള്ള യാത്ര നമ്മള് ലാസ് വേഗാസ് ലക്ഷ്യമാക്കിയുള്ള യാത്ര അടുത്ത ദിവസം സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ നമ്മള് അതിനിടയ്ക്ക് ഇങ്ങനത്തെ ഈ കണ്ടിട്ട് നമ്മുടെ മുമ്പിൽ വന്ന് ചാടിയത്. അപ്പൊ നമ്മൾ ഇത് എടുക്കാണ്ട് പോകാണ്ട് പറ്റും. പക്ഷെ എനിക്കിത് വന്ന് കണ്ടപ്പോഴല്ലേ ലോകത്തിൽ അടുത്തൊരു വണ്ടറായിട്ട് ഇതിനെ പ്രഖ്യാപിക്കണമെന്ന് ഞാൻ പറയും. അല്ലെ, ഒരു ഭയങ്കര സംഭവമാണ്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ, വലിയ അഭിപ്രായങ്ങളൊക്കെ അടിയിൽ കമന്റ് ചെയ്യാം. ഇനി നമ്മൾ ഇതിൽ പറഞ്ഞതിൽ എന്തെങ്കിലും കുറ്റങ്ങളും കുറവുകളും അറിവില്ലായ്മകളും ഒക്കെ ഉണ്ടായിരിക്കും. നമ്മളിങ്ങനെ അവിടെ നിന്ന് ഇവിടെ നിന്ന് കേട്ട അറിവുകളും പഠിച്ച അറിവുകളൊക്കെയാണ് നമ്മൾ നിങ്ങളുടെ മുമ്പിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പൊ നിങ്ങൾക്ക് ഇതിനേക്കാളും കൂടുതൽ അറിവുകളുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും അടിയിൽ കമന്റ് ചെയ്യണം. തെറി മാത്രം വിളിക്കാൻ പരമാവധി ശ്രമിക്കുക, വിളിക്കാതിരിക്കാൻ. അപ്പൊ നമ്മളിവിടെ നിർത്തുന്നു. നമ്മുടെ ടീം ട്രാവലിസ്റ്റ് അടുത്ത മാസ്മരിക എപ്പിസോഡായിട്ട് അടുത്ത എപ്പിസോഡ് കാണാം. ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാന്ന് വെച്ച് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരിക്കോ, ബെൽ ബട്ടൺ അമർത്താൻ മറക്കരിക്കോ. എല്ലാ സംഭവങ്ങളും ചെയ്തോളൂട്ടോ. ട്രാവലിസ്റ്റ പവർ വരാണ്ട് പറ്റില്ല. അമേരിക്ക